അല്ലെങ്കിൽ ഇതുപോലെ ഭാഗവതവും പോലുള്ള മഹത് ഗ്രന്ഥങ്ങള്, ഇതെല്ലാം ഭഗവാനിൽ നിന്ന് വന്നിട്ടുള്ള വേദങ്ങളുടെ എക്സ്ട്രാക്റ്റുകളിൽ നിന്ന് വരുന്ന എക്സ്ട്രാക്റ്റുകളാണ്. അപ്പൊ അതിലെല്ലാം ആ, ഇത്രയും പെർഫെക്റ്റ് ആയി, അല്ലെങ്കിൽ ഇത്രയും ഫോക്കസ് കൊടുത്ത് അവർ ഊന്നി പറയുന്നുണ്ടെങ്കിൽ അത് ഒരു പ്രധാന കാര്യം തന്നെയാണ്. എന്തുകൊണ്ട് ഇത് തരുന്നു? അപ്പൊ നമുക്ക് തോന്നുന്നു, ഓ, ഇത്രയും വലിയ തപസ് ചെയ്തു, യജ്ഞം ചെയ്യുന്നു, എത്രയോ ആൾക്കാർ അങ്ങനെയൊക്കെ ചെയ്തിട്ട് നമ്മൾ ഈ ഒരു ചെറിയ മാല ജപിച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് ആ പുണ്യമെല്ലാം കിട്ടും, നമുക്കൊരു സംശയം തോന്നാം. അതെന്താന്ന് വെച്ചാല് നമ്മളെ കുറിച്ചുള്ള അറിവില്ല തന്നെയാണ്. നമ്മൾ എന്താണ് നമ്മൾ അറിയുന്നില്ല. നമ്മൾ ജീവാത്മാവ് എന്നുള്ളത് ഭഗവാന്റെ അംശമാണെന്നും ഈ കലിയുഗത്തില് അതിന് ഭക്തിയില് പ്രോഗ്രസ് ചെയ്യാൻ, അല്ലെങ്കിൽ ഭക്തിയിലെ മാർഗത്തിൽ മുന്നോട്ട് നീങ്ങാനായിട്ടുള്ള സാഹചര്യങ്ങൾ വളരെ കുറവാണെന്നും ഭഗവാൻ അന്നേ അറിയാം. അപ്പൊ ഭഗവാൻ അതനുസരിച്ച് ഈ സത്യയുഗത്തില് ത്രേതായുഗം ദ്വാപരയുഗം കഴിഞ്ഞ് വരുന്ന ഈ കലിയുഗത്തില് 4,32,000 വർഷത്തില് ഇപ്പൊ 5,000 വർഷം കഴിഞ്ഞിരിക്കുന്നു. ഇപ്പൊ തന്നെ നമ്മൾക്ക് ഓരോ പ്രശ്നങ്ങൾ നേരിട്ട് കഴിഞ്ഞു. കുറച്ച് കഴിഞ്ഞാൽ അല്പം നമുക്ക് അമ്പലങ്ങളിൽ പോകാൻ പറ്റിയെന്ന് വരില്ല, ഒരു നാമം ഉറക്കെ ജപിക്കാൻ പറ്റിയെന്ന് വരില്ല, ഭഗവത്ഗീത അല്പം നമ്മുടെ വീട്ടിൽ സൂക്ഷിക്കാൻ പറ്റിയെന്ന് വരില്ല, പറയാൻ പറ്റില്ല എന്തൊക്കെ സാഹചര്യങ്ങൾ നമ്മൾ കടന്നു പോകും. അപ്പോ അതുകൊണ്ട് അതനുസരിച്ച് നമുക്ക് ഏറ്റവും എളുപ്പത്തിലുള്ള കാര്യമാണ് തന്നിരിക്കുന്നത്. അപ്പൊ അതും കൂടി നമ്മൾ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ പെർഫെക്ഷൻ ഓഫ് ഹ്യൂമൻ ഫോം ഓഫ് ലൈഫിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും. അത് തന്നെയാണ് നമ്മൾ ഇതെല്ലാം പഠിക്കുന്നതിന്റെ ലക്ഷ്യം. അതാണ് നാമജപത്തിന്റെ പ്രാധാന്യം. അപ്പൊ നമ്മൾ ആ നാമജപവും നമ്മൾ ഇനി ഒരു അടുത്ത ആഴ്ച തുടങ്ങി നമ്മൾ അതിലേക്കും കടക്കണം. അപ്പൊ നാമം ജപിക്കാനുള്ള ജപമാല കയ്യിലുള്ളവര് അത് അടുത്ത ആഴ്ച മുതൽ കയ്യിൽ വെക്കുക. അത് നമുക്ക് ഓരോ റൗണ്ട് ജപിക്കുന്നത്, അത് എന്തുകൊണ്ടാണ് നാമജപം നമ്മൾ ഒരുമിച്ച് ചെയ്യുന്നത് വെച്ചാൽ അത് സങ്കീർത്തനമാണ്. മനസ്സിലായി? അപ്പോ അതാണ് നേരത്തെ ഇതിനകത്ത് പറയുന്നത്, നാമസങ്കീർത്തന യസ്യ സർവപാപ പ്രണാശനം. നാമസങ്കീർത്തനമാണ് കൂടുതൽ റെക്കമെൻഡ് ചെയ്യുന്നത്. സർവപാപ പ്രണാശനം പ്രണാമോ ദുഃഖശമനസ്തം നമാമി ഹരിപൻ. അപ്പൊ നാമസങ്കീർത്തനവും ജപവും നമ്മൾ വ്യത്യാസം എന്താ വെച്ചാൽ, നമ്മൾ ഒരാൾ ഒറ്റയ്ക്ക് ജപിക്കുമ്പോൾ അത് ജപമാണ്. ഒന്നിൽ കൂടുതൽ ആൾക്കാർ നാമം ജപിക്കുമ്പോൾ, ഒരേപോലെ ഇരുന്ന് ജപിക്കുമ്പോൾ അത് സങ്കീർത്തനമാണ്. മനസ്സിലായി? അതിന്റെ കൂടെയാണ് നമ്മളിപ്പോ മൃദംഗവും കരതാളവും ഇതൊക്കെ ഹാർമോണിയം ഒക്കെ ഉണ്ടെങ്കിൽ അതൊരു കീർത്തനമാവും. അത് തന്നെയാണ് സങ്കീർത്തനം എന്ന് പറയുന്നത്. സങ്കീർത്തനം. അപ്പൊ അതൊരു സത്സംഗത്തില് നമ്മളെപ്പോഴും സങ്കീർത്തനം ചെയ്തുകൊണ്ട് നമ്മൾ തുടങ്ങുന്നത് എപ്പോഴും നമ്മൾക്ക് ഭക്തിയിലുള്ള പുരോഗതിക്കും ഈ ആധ്യാത്മിക ജ്ഞാനം ലഭിക്കാനും നമുക്ക് സഹായകമാകും. അപ്പൊ നമുക്ക് ആദ്യം ജയരാധ മാധവ ചൊല്ലാം. പറ്റുന്നവരെല്ലാം അൺമ്യൂട്ട് ചെയ്യുക. ഞാൻ ചൊല്ലിക്കഴിയുമ്പോൾ എന്റെ എനിക്ക് പാട്ട് പാടാൻ അറിയില്ല, അപ്പൊ ഞാൻ ചൊല്ലുകയുള്ളൂ. അതിന്റെ ഒപ്പം ഏറ്റു ചൊല്ലുക. നല്ല രീതിയിൽ ചൊല്ലാവുന്നതോട് നല്ല രീതിയിൽ ചൊല്ലുക. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചൊല്ലാം. റെഡി അല്ലേ? പറ്റാവുന്നവര് എല്ലാം അൺമ്യൂട്ട് ചെയ്യുക. ജയ രാധ മാധവ കുഞ്ച ബിഹാരി ഗോപിജന വല്ലഭ ഗിരിവരധാരി. ജയ രാധ മാധവ കുഞ്ച ബിഹാരി ഗോപിജന വല്ലഭ ഗിരിവരധാരി. ജയ രാധ മാധവ കുഞ്ച ബിഹാരി ഗോപിജന വല്ലഭ ഗിരിവരധാരി. ഞാൻ ചൊല്ലി കഴിയുമ്പോൾ ഏറ്റുമില്ല, അതായിരിക്കും എപ്പോഴും നല്ലത്. അപ്പൊ നമുക്കൊരു ഇതിൽ പോകാൻ പറ്റും. പറ്റാവുന്നവര് അൺമ്യൂട്ട് ചെയ്ത് ചൊല്ലുക. കാരണം ഇതിനകത്തൊരു മടി വിചാരിക്കണ്ട. കാരണം നമ്മൾ ഭഗവത്ഗീത മനസ്സിലാക്കാൻ ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്രാർത്ഥനയും ചൊല്ലി ശീലിക്കുന്നത് നല്ലതായിരിക്കും. കാരണം ഇത് കണ്ട് പല മൾട്ടിപ്പിൾ ഗുണങ്ങളുണ്ട്. നമ്മൾ ക്രമേണ മനസ്സിലാക്കും. നമ്മുടെ ഈഗോ എല്ലാം താഴോട്ട് പോകും. അതൊക്കെ അതിന്റെ ഒരു എഫക്റ്റാണ്. ജയ രാധ മാധവ കുഞ്ച ബിഹാരി ഗോപിജന വല്ലഭ ഗിരിവരധാരി. ചൊല്ലാമോ? ജയ ജയ രാധ മാധവ കുഞ്ച കുഞ്ച ബിഹാരി ബിഹാരി ഗോപിജന വല്ലഭ വല്ലഭ ഗിരിവരധാരി. ഗിരിവരധാരി യശോദനന്ദന വ്രജജന രഞ്ജന. ചൊല്ലിക്കോളൂ. യശോദനന്ദന വ്രജജന രഞ്ജന യമുന തീര വനചാരി. യമുന യമുന തീര തീര
വനചാരി ജയ രാധ മാധവ കുഞ്ച വിഹാരി ഗോവിജന വല്ലഭ ഗിരിവരധാരി ജയ രാധാ മാധവ കുഞ്ച വിഹാരി ഗോവിജന വല്ലഭ ഗിരിവരധാരി ഗിരിവരധാരി യശോദനന്ദന വ്രജജനരഞ്ജന യശോദനന്ദന വ്രജജനരഞ്ജന യമുന തീര വനചാരി യമുന തീര വനചാരി ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ജയ രാധ മാധവ രാധ മാധവ രാധേ ജയ രാധ മാധവ രാധ മാധവ രാധേ ജയ ജഗന്നാഥ ജയ ബലദേവ ജയ സുഭദ്രമാ ജയ സുദർശന ജയ ജയ ജഗന്നാഥ ജയ ബലദേവ ജയ സുഭദ്രമാ ജയ സുദർശന ജയ ഗൗരനിതായ് ജയ ഗൗരനിതായ് ജയ ഗൗരനിതായ് ജയ ഗൗരനിതായ് ജയ ഗൗരനിതായ് ഗൗരനിതായ് ജയ ഗൗരനിതായ് ജയ ഗൗരനിതായ് ജയ നരസിംഹദേവ് ജയ നരസിംഹദേവ് ജയ നരസിംഹദേവ് ജയ ജയ നരസിംഹദേവ് ജയ ജയ പഞ്ചതത്വാ 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 ജയ 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 പ്രഭുപാദ് 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 ജയ ജയ ശ്രീല പ്രഭുപാദ് ജയ 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 പ്രഭുപാദ് 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 ജയ ജയ ശ്രീല പ്രഭുപാദ് ജയ ജയ ഗുരുദേവ് 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 ജയ ജയ ശ്രീല ഗുരുദേവ് ജയ 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 ഗുരുദേവ് ഗുരുദേവ് ജയ ജയ ശ്രീല ഗുരുദേവ് നിതായ് ഗൗര ഹരിബോ 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 നിതായ് ഗൗര ഹരിബോ നിതായ് ഗൗര ഹരി ബോൾ ഹരി ബോൾ ഹരി ബോൾ നിത്തായ് ഗൗര ഹരി ബോൾ. ഹരിബോ. ഹരേ കൃഷ്ണ. ഒരു പ്രാർത്ഥനയും കൂടി നമ്മൾ ചൊല്ലണം. ഞാൻ അയച്ചിട്ടുണ്ടോന്ന് അറിയില്ല, അയച്ചിടാം. ഓം ഒരുമിച്ച് കൊല്ലാം. ഓം അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനാശലാകയ
ചക്ഷുരുന്മിലിതം യേന തസ്മൈ ശ്രീ ഗുരുവേ നമഃ. ശ്രീ ചൈതന്യ മനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലെ സ്വയം രൂപകഥാ മഹ്യം ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരോ ശ്രീയുതപദകമലം ശ്രീഗുരും വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗരജാതം സഗണരഘുനാഥാന്വിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഗണലളിത ശ്രീ വിശാഖാന്വിതാംശ. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പദേ ഗോപേശ ഗോപികാകാന്ത രാധാകാന്ത നമോസ്തുതേ. തപ്ത കാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. വാഞ്ചാകൽപതരൂപശ്ച കൃപാ സിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതിം വ്യാസം തതോ ജയമുദീരേത്. നഷ്ടപ്രായേഷു അഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതി ഉത്തമ ശ്ലോകേ ഭക്തി ഭവതി നൈഷ്ഠികീ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ ശ്രീഗുരും ദീനതാരിണം പരമാനന്ദമാധവം ശ്രീചൈതന്യ ഈശ്വരം. ഭാവോം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലെ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിനി നാമിനി നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ ഒരുമിച്ച് ഏറ്റു ചൊല്ലുക 3 പ്രാവശ്യം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ. ഏറ്റു ചൊല്ലുക എല്ലാവരും. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരേ കൃഷ്ണ. ഹരി ഓം തത്സത്. അപ്പൊ നമ്മള് ഇന്ന് ഭഗവത്ഗീത 1-ാമത്തെ അധ്യായത്തിലേക്ക് കടക്കുകയാണ്. ഇതുവരെ പറഞ്ഞതിലോ ഇന്ന് പറഞ്ഞതിലോ മുന്നേ പറഞ്ഞതിലോ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ഇപ്പൊ നമുക്ക് ചോദിക്കാം. നമ്മുടെ ക്ലാസ് ഒരു വൺ സൈഡ് ആയിരിക്കില്ല, നമുക്ക് ചർച്ച ചെയ്തൊക്കെ ആയിരിക്കും നമ്മുടെ ക്ലാസ് പോകുന്നത്. അതുകൊണ്ട് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാൻ പറ്റുന്നവര് എപ്പോ വേണമെങ്കിലും അൺമ്യൂട്ട് ചെയ്യാം. അല്ലെങ്കിൽ ഓൺലൈൻ ആയതുകൊണ്ട് ഇവിടെ ഹാൻഡ് റൈസ് ചെയ്യുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്, അത് ചെയ്യാം. കൈ ഉയർത്താം. അതനുസരിച്ച് നമുക്ക് ഒന്നിൽ കൂടുതൽ ആളുണ്ടെങ്കിൽ അങ്ങനെ വിളിക്കാം. അപ്പൊ മടി വിചാരിക്കാണ്ട് ചോദിക്കുക. കാരണം നമ്മളിത് ഒരു ആധ്യാത്മിക ജ്ഞാനമാണ്. എനിക്കും എല്ലാം അറിയുന്ന ആളല്ല. അപ്പൊ ഞാൻ പഠിച്ചിരിക്കുന്നതും ഗുരുമുഖത്ത് നിന്ന് കേട്ടിട്ടുള്ളതും ക്ലാസ്സുകളിലൂടെയും കോഴ്സുകളിലും പഠിച്ചത് തന്നെയാണ് നമ്മളിവിടെ ഷെയർ ചെയ്യുന്നത്. ഇൻഫർമേഷൻ എപ്പോഴും ശരിക്കുള്ളത് ജെനുവിൻ ആയിരിക്കും. കാരണം അതൊരു പരമ്പരയിൽ നിന്ന് വരുന്ന ഒരു ജ്ഞാനമാണ്. അതുകൊണ്ട് അതിനകത്ത് തെറ്റില്ല. അപ്പോ എനിക്കറിയാത്ത കാര്യങ്ങൾ ഞാൻ ചോദിച്ച് പറഞ്ഞു തരും. അപ്പോ അതുകൊണ്ട് എന്തെങ്കിലും ചോദിക്കണമെങ്കിൽ നമുക്ക് ചോദിച്ച് തന്നെ നമുക്ക് ആരംഭിക്കാം. എന്തെങ്കിലും ഉണ്ടോ? ഇല്ലെങ്കിൽ നമുക്ക് മുന്നോട്ട് നീങ്ങാം. അപ്പോൾ എപ്പോഴാണെങ്കിലും ഇടയിലാണെങ്കിലും അൺമ്യൂട്ട് ചെയ്തിട്ട് ഹരേ കൃഷ്ണ പറഞ്ഞാൽ നമുക്ക് അത് ചർച്ച ചെയ്യാം. പിന്നെ ഇടയ്ക്ക് എന്തെങ്കിലും റെസ്പോൺസ് ഹരേ കൃഷ്ണയൊക്കെ പറയുക. കാരണം അല്ലെങ്കിൽ ഞാൻ വിചാരിക്കുക ഡിസ്കണക്ട് ആയ പോലും ഞാൻ അറിയില്ല. ഇപ്പോ പിന്നെ പറ്റുന്നവര് ക്രമേണ പോകുമ്പോൾ പറ്റുന്നവര് വീഡിയോ ഓൺ ചെയ്യുക. ഡാറ്റ അല്ലെങ്കിൽ നെറ്റ്വർക്കിന്റെ സ്ട്രെങ്ത് ഇഷ്യൂസ് ഒന്നും ഇല്ലാത്തവരും ക്രമേണ വീഡിയോ ഓൺ ചെയ്യുന്ന നല്ലതായിരിക്കും. അപ്പൊ നമ്മൾക്ക് എല്ലാവരെയും ഫേസ് ടു ഫേസ് കാണുമ്പോൾ അത് നമുക്കൊരു റിമോട്ട് ഫീലിംഗ് കുറെ ഒഴിവായി കിട്ടും. അതും സാവധാനത്തിലെങ്കിലും ചെയ്യാം. ഹരേ കൃഷ്ണ. ഒരാളെങ്കിലും എനിക്കിപ്പോ കാണാം, വിനോദൻ. ഹരേ കൃഷ്ണ. അപ്പോ നമ്മള് ഹരേ കൃഷ്ണ പറ്റുന്നവര് മതി. എന്താ വെച്ചാല് എല്ലാവർക്കും പറ്റണമെന്നില്ല. പിന്നെ ചിലപ്പോ വീഡിയോ ഈ നെറ്റ്വർക്കിന്റെ സ്ട്രെങ്ത്തിന്റെ ഇഷ്യൂ വരുമ്പോ വീഡിയോ ചിലപ്പോൾ ഓഫ് ചെയ്യേണ്ടി വരും പറയുമ്പോ. ഓക്കെ. അപ്പോ നമ്മൾ ഭഗവത്ഗീതയിലേക്ക് കടക്കുമ്പോൾ ഭഗവത്ഗീതയിൽ 18 അധ്യായങ്ങൾ ഉണ്ട് എന്ന്
അല്ലെ? 18 അധ്യായങ്ങളുണ്ട്. ഈ 18 അധ്യായങ്ങളിൽ നമ്മള് എത്ര ശ്ലോകങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു അല്ലെ? നമ്മള് 18 അധ്യായങ്ങളിൽ നമ്മൾ പറഞ്ഞു നമ്മള് 700 ശ്ലോകങ്ങൾ ഉണ്ടെന്ന്. അപ്പോ ഈ 18 അധ്യായങ്ങളെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് 3 ഭാഗമായിട്ടാണ്. മനസ്സിലായില്ലേ? 18 അധ്യായങ്ങൾ എന്ന് പറഞ്ഞാൽ 1 മുതൽ 6 വരെ, പലർക്കും അറിയായിരിക്കും. 1 മുതൽ 6 വരെയുള്ള അധ്യായങ്ങള് കർമ്മയോഗമാണ്. പിന്നെ 7 മുതൽ 12 വരെയുള്ള അധ്യായങ്ങള് ഭക്തിയോഗവും, പിന്നെ 13 മുതൽ 18 വരെയുള്ള അവസാനത്തെ 6 അധ്യായങ്ങൾ. അപ്പൊ 6, 6 അത് ജ്ഞാനയോഗവുമാണ്. മനസ്സിലായില്ലേ? അപ്പൊ കർമ്മയോഗം 1 നിന്ന് 6 വരെ, 7 നിന്ന് 12 വരെ ഭക്തിയോഗവും, 13 നിന്ന് 18 വരെയുള്ള അധ്യായങ്ങള് എന്താണ്? ജ്ഞാനയോഗമാണ്. അപ്പൊ എന്താണ് ഇത്? യോഗം എന്ന് പറഞ്ഞാൽ ഞാൻ എല്ലാത്തിലും നമ്മൾ ഇൻട്രൊഡക്ഷനിൽ കണ്ടതാന്ന് പറഞ്ഞ് ഇതാക്കുന്നില്ല. എല്ലാം നമ്മൾ അതിലേ പോയിട്ടുണ്ട്. ഇതിന് വേണ്ട തുടക്കത്തിലുള്ള എല്ലാം നമ്മൾ അവിടെ കാണിച്ചു. യോഗം എന്ന് പറഞ്ഞാൽ സിമ്പിൾ മീനിങ് എന്താണ്? നമ്മളിപ്പോ ഒരു ആധ്യാത്മിക പഠനത്തിൽ ഇരിക്കുമ്പോൾ യോഗം എന്ന് പറഞ്ഞാൽ അറിയോ എന്താന്ന് വെച്ചാൽ? എന്താണ് ഭക്തിയോഗം, ജ്ഞാനയോഗം, കർമ്മയോഗം എന്ന് പറയുന്നത്? ആ യോഗം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ യോഗ നമുക്കറിയാം അല്ലെ? യോഗയ്ക്ക് പോകും നമ്മൾ, യോഗ ക്ലാസ്. അതൊരു ഫിസിക്കൽ എക്സസൈസ് യോഗയാണ്. ശരിക്കുമുള്ള യോഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കണക്ട് വിത്ത് ദ സുപ്രീം. നമ്മൾ കണ്ടില്ലേ ഗോവിന്ദ രൂപത്തിൽ അല്ലെ? ഓടക്കുഴലൊക്കെ വായിച്ച് എല്ലാ ഐശ്വര്യങ്ങൾ ഉണ്ടായിട്ട് അല്ലെ? അചിന്ത്യമായ അല്ലെങ്കിൽ എല്ലാം പൂർണ്ണതയിലുള്ള സമ്പത്ത്, സൗന്ദര്യം, ജ്ഞാനം, കീർത്തി അല്ലെ? പിന്നെ യശസ്, അത് തന്നെയാണ് കീർത്തി. അതുപോലെ തന്നെ ജ്ഞാനം, വൈരാഗ്യം, അതായത് റിനൗൺസിയേഷൻ, വിരക്തി, ഇതെല്ലാമുള്ള ഭഗവാൻ ഇതൊന്നും ഇതെന്റേതല്ല എന്നുള്ള ആ ശ്യാമ സുന്ദര രൂപത്തില് ഓരോടക്കുള്ളിലൊക്കെ വായിച്ച് കാലികളെ മേച്ചൊക്കെ നിൽക്കുന്നത്. അതാണ് നമ്മളെ കണ്ടു ഏറ്റവും അൾട്ടിമേറ്റ് രൂപം ഭഗവാന്റെ. അതാണ് ഗോവിന്ദൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മള് ആ ഒരു ഭഗവാനെ നമ്മൾ മനസ്സിലാക്കിയിരുന്നു. എല്ലാവരും ഓർക്കുന്നുണ്ടാവും. നമ്മള് അണ്ഡകടാഹം, പ്രപഞ്ചം കാണിച്ചിരുന്നു അല്ലെ? പ്രപഞ്ചം നമ്മൾ കാണിച്ചിരുന്നു. എങ്ങനെയാണ് നമ്മൾ പ്രപഞ്ചം കാണിച്ചതെന്ന് വെച്ചാല് നമ്മള് ജീവിക്കുന്ന ഈ ഭൂമി എന്ന് പറയുന്ന ആ 14 ലോകത്തിനുള്ളിലായിട്ട് നമ്മൾ കണ്ടു അല്ലെ? ആ ഭൂലോകം, ആ ഭൂലോകത്തിന്റെ മുകളിൽ ഭൂവർലോകം, പിന്നെ സ്വർഗലോകം, ജനലോകം, തപലോകം, അങ്ങനെ നമ്മൾ താഴേക്ക് അതല്ല വിതല സുതല അങ്ങനെ പാതാളം വരെ പോകുന്ന 14 ലോകങ്ങൾ നമ്മൾ. ഈ 14 ലോകങ്ങൾ വരുന്നത് ഒരു ബ്രഹ്മാണ്ടത്തിന്റെ ഉള്ളിലാണ്, ഒരു യൂണിവേഴ്സ് ആണ് അല്ലെ? ഒരു എഗ്ഗ് പോലെ നമ്മൾ പറഞ്ഞു. അപ്പൊ നമ്മൾ ആലോചിച്ച് നോക്കുക, നമ്മൾ ഒന്ന് ചിന്തിക്കുക, നമ്മളിപ്പോ ഇരിക്കുന്നത് നമ്മൾ ഒരു ഒരു സ്ഥലം, എല്ലാവർക്കും ഒരു സ്ഥലത്താണ് ഇരിക്കുന്നത്. അത് ഇന്ത്യയിലാവാം, പുറത്താവാം. ആ ലൊക്കേഷനിൽ ഇരിക്കുന്ന നമ്മളെല്ലാം ഇരിക്കുന്നത് ഭൂമിയിലാണ് അല്ലെ? ഇതുപോലത്തെ ഒരുപാട് ഭൂമികളും ഒരുപാട് സാറ്റലൈറ്റും ഗ്രഹങ്ങളും ഇതെല്ലാം ഉള്ള ഒരു ഏരിയയാണ് ഭൂലോകം എന്ന് പറയുന്നത്. ഭൂലോകം എന്ന് പറയുന്നത്. അവിടെ ഭൂമി മാത്രമല്ല, ഒരുപാട് അതുപോലത്തെ ഭൂമികൾ വേറെയുണ്ട്. ഇനി അതുപോലെ തന്നെ അതിന്റെ മുകളിലാണ് ഭൂവർലോകം വരുന്നത്. പക്ഷെ അത് മറ്റൊരു ലോകം, അടുത്ത തലമാണ്. അതുപോലെ തന്നെ സ്വർഗലോകം, അതുപോലെ തന്നെ ജനലോകം, തപലോകം, അങ്ങനെ ബ്രഹ്മലോകം വരെ മേലോട്ട്. ഇതെല്ലാം വരുന്നത് എവിടെയാന്ന് പറഞ്ഞു? ഒരു ഒരു എഗ്ഗ് പോലെ, ഒരു മുട്ട പോലെയുള്ള അണ്ഡകടാഹം, അതായത് ഒരു ബ്രഹ്മാണ്ടത്തിനുള്ളിൽ. അവിടെയാണ് നമ്മളിരിക്കുന്നത്. ഇതുപോലെ അനേകം ബ്രഹ്മാണ്ടങ്ങളുണ്ട്. അപ്പൊ ഈ ബ്രഹ്മാണ്ടത്തിലെല്ലാം ഈ 14 ലോകം വരുന്നത് നമ്മൾ പറഞ്ഞു ഗർഭോദകശായ വിഷ്ണുവിന്റെ ആ പൊക്കിളിൽ കൂടിയുള്ള ആ താമരത്തണ്ടിലാണ് ഈ 14 ലോകം നിൽക്കുന്നത്. അതിന്റെ ഏറ്റവും മുകളിലാണ്, താമരയിലാണ് ബ്രഹ്മാവുള്ള ബ്രഹ്മലോകം. ഇതാണ് നമ്മുടെ വേദം പറയുന്നത്, സ്ക്രിപ്റ്റേഴ്സ് പറയുന്നത്. ഇനി ഈ ബ്രഹ്മാണ്ടങ്ങൾ ഓരോന്നിലും ഗർഭോദകശായ വിഷ്ണു ഉണ്ട്. ഈ ബ്രഹ്മാണ്ടത്തിനെ എല്ലാം കവർ ചെയ്യുന്ന ആ പ്രൊട്ടക്ഷൻ കവർ എന്ന് പറയുന്നത് ക്ഷീരോദകശായ വിഷ്ണുവാണ്. പുരുഷാവതാരത്തിലെ മറ്റൊരു വിഷ്ണു ഫോമാണ്. ഈ ക്ഷീരോദകശായ വിഷ്ണുവാണ് 4 കൈയുള്ള രൂപം. ഈ വിഷ്ണു തന്നെയാണ് പരമാത്മാ രൂപേണ നമ്മളുടെ ഹൃദയത്തിൽ വസിക്കുന്നതും. അതാണ് ബന്ധം വരുന്നത് ഭഗവാനായിട്ട്. അപ്പൊ നമ്മുടെ ഹൃദയത്തിൽ പരമാത്മാ രൂപേണ ഇരിക്കുന്ന ഭഗവാന്റെ പുരുഷാവതാരമായ ക്ഷീരോദകശായ വിഷ്ണുവാണ്. ഈ നമ്മളെല്ലാം ഇരിക്കുന്നത് എവിടെയാണ്? അതെല്ലാം താങ്ങി നിർത്തിയിരിക്കുന്നത് ഗർഭോദകശായ വിഷ്ണുവിന്റെ ആ താമരത്തണ്ടിൽ നിന്ന്, അല്ലെ ആ പുക്കിൽക്കൊടിയിൽ നിന്ന്, നാവലിൽ നിന്ന് വന്നിരിക്കുന്ന താമരത്തണ്ടിന്റെ ഇതിലാണ്. ഇനി ഈ അണ്ഡകടാഹങ്ങളെല്ലാം എവിടെയായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു? ഇതെല്ലാം കാരണ സമുദ്രത്തിൽ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് കിടക്കുകയാണ്. ഗോൾഡൻ എഗ് പോലെ ഇങ്ങനെ കിടക്കുക. ഒന്ന് വിഷ്വലൈസ് ചെയ്ത് നോക്കുക, അത് മനസ്സിൽ ആലോചിച്ച് നോക്കുക. നമ്മൾ എത്രമാത്രം
അണുമാത്രനാണെന്ന് ആലോചിച്ചു. അപ്പൊ അങ്ങനെ ഒരുപാട് അല്ലെ, ഇപ്പൊ നമ്മളൊരു ഫുട്ബോൾ മൈതാനത്ത് കുറെ മഞ്ചാടിക്കുരു അങ്ങ് നിറച്ചിടുക എന്ന് വിചാരിക്കും. ഒന്ന് ആലോചിച്ച് നോക്കി. ഫുട്ബോൾ മൈതാനം പോയിട്ട് നമ്മുടെ മേശപ്പുറത്ത് മഞ്ചാടിക്കുരു ഇട്ടാൽ തന്നെ നമുക്കത് അത്രയും ഉണ്ട് അല്ലെ. അപ്പൊ ഒരു അതുപോലെ അതിനേക്കാളൊക്കെ അതുപോലെ ബ്രഹ്മാണ്ടങ്ങളാണ്. അതിലെല്ലാം ഈ ഗർഭോദയ വിഷ്ണുവുണ്ട്, ഗർഭോദയ സമുദ്രമുണ്ട്, ബ്രഹ്മാവുണ്ട്. ഇതുപോലെ 14 ലോകങ്ങളും എത്ര ലോകമുണ്ടോ നമുക്കറിയില്ല. അതുപോലെ ഉണ്ട്. നമ്മൾക്ക് നമ്മുടെ അറിയാം 14 ലോകങ്ങളായി. അപ്പോ ഇതെല്ലാം വരുന്നത് കാരണോദകശായ വിഷ്ണുവിന്റെ ശരീരത്തിൽ രോമകൂപങ്ങളിൽ നിന്ന് വേർപ്പ് തുള്ളി പോലെ വരുന്നതാണ്. ഈ കാരണോദകശായി, ഗർഭോദകശായി, ക്ഷീരോദകശായി വിഷ്ണു എന്ന് പറയുന്നത് നമ്മൾ കണ്ടിരുന്നു. ഇവരെന്ന് പറയുന്നത് എവിടെ നിന്ന് വരുന്നതാണ്? രണ്ടാം ചതുർഭുജത്തിലെ സംഘർഷനിൽ നിന്ന് വരുന്ന അവതാരങ്ങളാണ്, പുരുഷാവതാരമാണ്. ഈ സംഘർഷണം എവിടെ നിന്ന് വരുന്നു? നാരായണ ഫോമിൽ നിന്ന് വരുന്ന എക്സ്പാൻഷനാണ്. നാരായണൻ എവിടെ നിന്ന് വരുന്നു? ഒന്നാം ചതുർവ്യൂഹത്തിലെ സംഘർഷണനിൽ നിന്ന് വരുന്ന ഒരു എക്സ്പാൻഷനാണ്. ഒന്നാം ചതുർവ്യൂഹം എവിടെ നിന്ന് വരുന്നു? അത് വരുന്നത് ബലരാമനിൽ നിന്നാണ്. ബലരാമൻ എവിടെ നിന്ന് വരുന്നു? ശ്രീകൃഷ്ണനിൽ നിന്ന് വരുന്നു. അപ്പൊ ഇതാണ് ഇങ്ങനെ വരികയാണ്. ഇതെല്ലാം ഒന്ന് ചുരുക്കത്തിൽ മനസ്സിലാക്കാൻ പറയാം. അപ്പൊ ഇങ്ങനെ നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും നമ്മൾ എവിടെ നിൽക്കുന്നു, ഭഗവാൻ എവിടെ നിൽക്കുന്നു. അപ്പൊ ആ ഭഗവാനിലേക്കുള്ള ഒരു ബന്ധം, ആ ബന്ധം സ്ഥാപിക്കലാണ് യോഗ എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അതാണ് നമ്മൾ ഭക്തി യോഗ, ജ്ഞാനയോഗ, കർമ്മയോഗ എന്നെല്ലാം പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ ഭഗവത്ഗീതയിലൂടെ നമുക്കത് സാധ്യമാണ്, യോഗ സാധ്യമാണ്. അപ്പൊ ആദ്യത്തെ 6 അധ്യായത്തില് കർമ്മം എങ്ങനെ നിഷ്കാമ കർമ്മം ചെയ്ത്, കർമ്മം തന്നെ ചെയ്തുകൊണ്ട് നമുക്ക് ഭഗവാനുമായിട്ട് ബന്ധം സ്ഥാപിക്കാനാവും. മനസ്സിലായി? ചിലർ പറയും ഞാൻ ഭക്തി മാർഗത്തിൽ, അതിന് ഒരു കാര്യമില്ല, ഞാൻ അടുക്കളയിലും കയറില്ല, ഞാൻ ജോലിക്കും പോവില്ല എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റില്ല. അതിന്റെ ആവശ്യമില്ല. കർമ്മത്തിലൂടെയും നമുക്ക് നിഷ്കാമ കർമ്മയോഗം അതിൽ റെക്കമെൻഡഡ്, അത് നമുക്ക് സാധിക്കും. നമുക്ക് സാധിക്കും. അപ്പോ കർമ്മത്തിലൂടെ നമുക്ക് ഇനി മറ്റൊരു കാര്യമാണ് ഭക്തി യോഗ. ഭക്തി നേരിട്ട് ഭഗവാനുമായിട്ട് ഭക്തി, അത് നമുക്ക് സാധിക്കും. എന്ന് വെച്ചാൽ കർമ്മം ചെയ്യേണ്ടെന്നാണോ, ജ്ഞാനം വേണ്ടെന്നാണോ? അല്ല, അതും വേണം. അവസാന ഭാഗത്തിൽ ജ്ഞാനയോഗ, ജ്ഞാനത്തിലൂടെ ഭഗവാനുമായിട്ട് ബന്ധം സ്ഥാപിക്കാൻ സാധിക്കും. അപ്പൊ ഇതിലെല്ലാം സാധിക്കും. പക്ഷെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഏറ്റവും ഇതിനകത്ത് ഏറ്റവും വാല്യൂ കൂടിയ, ഏറ്റവും വിലയേറിയ ഭക്തി യോഗ ഇരിക്കുന്നത് അവസാനമല്ല. നമ്മൾ എപ്പോഴും പഠിക്കുമ്പോൾ ആദ്യം ഒരു ഇൻട്രൊഡക്ഷൻ, പിന്നെ ഒരു മിഡിൽ പാർട്ട്, പിന്നെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് പാർട്ട് ലാസ്റ്റ്. അങ്ങനെയല്ലേ സാധാരണ നമ്മൾ എപ്പോഴും ഇവിടത്തെ നമ്മുടെ എല്ലായിടത്തും പഠിച്ചു പോകുന്ന അങ്ങനെയല്ല. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഭഗവാൻ അത് സെറ്റ് ചെയ്തിരിക്കുന്നത് കർമ്മയോഗയുടെ ജ്ഞാനയോഗത്തിന്റെ ഇടയിൽ സാൻഡ്വിച്ച് പോലെയാണ് ഭക്തിയോഗ ഇരിക്കുന്നത്. നമ്മളൊരു സാൻഡ്വിച്ചിൽ എങ്ങനെയാ, ഒരു ബ്രെഡ് എടുത്തിട്ട് സാൻഡ്വിച്ച് അല്ലെങ്കിൽ ക്രീം ബിസ്ക്കറ്റ് ഒക്കെ എടുത്താൽ കണ്ടിട്ടില്ലേ? അവിടെ എങ്ങനെയാ ഇരിക്കുന്നതെന്ന് വെച്ചാൽ, ആ ക്രീം എന്ന് പറഞ്ഞാൽ ഏറ്റവും മാധുര്യം എഴുതിയത് നടുക്കായിരിക്കും. ശരിയല്ലേ? എന്നിട്ട് രണ്ട് സൈഡിലും 2 ഒരേപോലെ ബ്രെഡോ ബിസ്ക്കറ്റോ ചേർത്ത് വയ്ക്കും. അപ്പൊ അതിനകത്ത് ഈ ഒരു സൈഡിലെ ബിസ്ക്കറ്റ് എടുത്ത് കടിച്ചാൽ വലിയ മധുരം ഉണ്ടാവില്ല, മറ്റേ സൈഡിലെ ബിസ്ക്കറ്റ് എടുത്ത് കടിച്ചാലും മധുരം ഉണ്ടാവില്ല. ആ സമയം നടുക്കുള്ള ആ ക്രീം ചേർത്ത് കടിക്കുമ്പോൾ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടും അല്ലെ, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. കാരണം വെച്ചാൽ ആ ക്രീമിന്റെ മാധുര്യം ഇടയിലേക്ക് കയറി വരും എന്ന് പറയുന്ന പോലെ നടുക്കാണ് ഭക്തിയോഗ ഇരിക്കുന്നത്. മനസ്സിലല്ലേ? ഭക്തിയോഗയുടെ 2 സൈഡിലും 2 പാളികൾ പോലെയാണ് കർമ്മയോഗയും ജ്ഞാനയോഗം ഇരിക്കുന്നത്. അപ്പോ കർമ്മത്തിന്റെ കൂടെ എന്ത് വേണം? ഭക്തിയില്ലാത്ത കർമ്മവും ഭക്തിയില്ലാത്ത ജ്ഞാനവും നമ്മളെ ഭഗവാനിലേക്ക് എത്തിക്കില്ല എന്നുള്ള കാര്യം നമ്മൾ ആലോചിക്കുക. മനസ്സിലായില്ല? അപ്പൊ കർമ്മം മാത്രം, ഇപ്പൊ ഞാൻ ഭഗവാന് വേണ്ടി സേവന നിരതനാണ്, സേവനം തന്നെ ചെയ്തു കൂട്ടി, പക്ഷെ നമുക്ക് മനസ്സിൽ ഭക്തിയില്ല, കാര്യമില്ല. ഇനി ഞാൻ ഭഗവത്ഗീത പഠിക്കാൻ തീരുമാനിച്ചു, ഭഗവത്ഗീത പഠിച്ചു, പാസ്സായി, ഡിഗ്രി എടുത്തു, അത് പോസ്റ്റ് ഗ്രാജുവേഷൻ എടുത്തു, അല്ലെങ്കിൽ ഞാൻ അത് പഠിച്ചു, ഭാഗവതം എല്ലാം പഠിക്കുക. ഞാൻ ഇവിടെ ഇന്ന ആള് ക്ലാസ് എടുക്കുന്നുണ്ട്, ഞാൻ അവിടെ പോയി ചേരുന്നു, അത് പഠിച്ചു, ഇവിടെ ഒക്കെ കയറി കുറെ പഠിക്കുകയാണ്, പഠിച്ചു പോകുന്നുണ്ട്. ഭഗവത്ഗീത മുഴുവൻ ശ്ലോകങ്ങൾ ബൈഹാർട്ട് ചെയ്തു, അല്ലെങ്കിൽ കുറെ ഭാഗവതം ശ്ലോകങ്ങൾ അറിയാം, കഥകൾ അറിയാം, പക്ഷെ ഭക്തി ഇല്ലെങ്കിലോ ഒരു കാര്യമില്ല. മനസ്സിലായില്ല? ഇതെല്ലാം ജ്ഞാനമായിട്ട് നിൽക്കും. അത് വിജ്ഞാനവുമാകണം. വിജ്ഞാനം എന്ന് വെച്ചാൽ എന്താണ്? പഠിച്ച ജ്ഞാനത്തിനെ അപ്ലൈ ചെയ്യുക, നമ്മൾ അതിനെ പ്രവൃത്തിയിൽ കൊണ്ടുവരുന്നതാണ് വിജ്ഞാനം. അപ്പൊ ജ്ഞാനത്തിനെ വിജ്ഞാനമാക്കാൻ നമുക്ക് സാധിക്കണം. ആ വിജ്ഞാനമാക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ഭക്തി വേണം. ഭഗവാനോട് ഭക്തി എന്ന് വെച്ചാൽ എന്താണ്? സ്നേഹത്തിന്റെ എക്സ്ട്രീം രൂപമാണ് ഭക്തി. നമ്മളിപ്പോ മനുഷ്യർ അങ്ങോട്ടും ഇങ്ങോട്ടും, മനുഷ്യർ മൃഗങ്ങൾ ഒക്കെ ആയിട്ട് നമുക്ക് സ്നേഹമുണ്ട് അല്ലെ? ഈവൻ സസ്യങ്ങളായിട്ട്, ചെടികളായിട്ടൊക്കെ നമുക്കൊരു സ്നേഹം ഉണ്ടാവും അല്ലെ? ഒരു ബന്ധം, ആത്മബന്ധം ഉണ്ടാവണ കാരണം എന്താണ്? അതെല്ലാം ജീവാത്മാക്കളാണ്. നമ്മുടെ പോലെ തന്നെ അവരും ഓരോ ജീവാത്മാക്കളാണ്. ഓരോ പുൽക്കൊടി പോലും ഓരോ ജീവാത്മാവാണ്. മനസ്സിലല്ലേ? ഭഗവാൻ സർവ്വ ചരാചരങ്ങളിലുണ്ട്. അവിടെയെല്ലാം പരമാത്മാ രൂപേണ ഭഗവാനും ഉണ്ട്. ആലോചിക്കണം.
അപ്പൊ മുറ്റത്ത് നിൽക്കുന്ന ഒരു ചെടി ഒരു ജീവാത്മാവാണ്, ഒരു മരം ഒരു ജീവാത്മാവാണ്, ഒരു തെങ്ങ് നിൽക്കുന്നത് അതൊരു ജീവാത്മാവാണ്, ഒരു നായയുണ്ട്, പൂച്ചയുണ്ട്, ഒരു പക്ഷിയുണ്ട് കൂട്ടില്, അല്ലെങ്കിൽ ഒരു ആമയുണ്ട്, അല്ലെങ്കിൽ ഒരു മീൻ വളർത്തുന്നുണ്ട്, ഇതെല്ലാം ജീവാത്മാക്കളാണ്. അവിടെ എല്ലാം കൂടെ പരമാത്മാവായ ഭഗവാനുണ്ട്, പരമാത്മാ രൂപേണ. നമ്മളിൽ എങ്ങനെയുണ്ടോ അതുപോലെ ഉണ്ട്. നമ്മൾ മാത്രം കുറച്ച് എലിവേറ്റഡ് രൂപമാണ്. അതായത് ഇപ്പൊ ഉള്ള ഈ സൃഷ്ടികളിൽ 84 ലക്ഷം ശരീരത്തിലൂടെ ജീവാത്മാവ് കടന്നു പോകുമ്പോൾ അതിനകത്ത് ഏറ്റവും ടോപ്പ് മോസ്റ്റ് ശരീരമാണ് നമുക്ക് മനുഷ്യ ജന്മം കൊണ്ട് കിട്ടുന്നത്. അതാണ് 84 ലക്ഷത്തില് 10 ലക്ഷത്തോളം ഒക്കെ ഇഴജന്തുക്കളും പക്ഷികള്, 30 ലക്ഷത്തോളം മൃഗങ്ങളും, 20 ലക്ഷത്തോളം സസ്യങ്ങളും ഒക്കെ ഉള്ളപ്പോ 4 ലക്ഷമേ ഉള്ളൂ. ഏറ്റവും കുറഞ്ഞതാണ് മനുഷ്യരുടെ ഗ്രൂപ്പ്. ഈ 4 ലക്ഷം എന്ന് പറഞ്ഞത് നമ്മൾ ഓർക്കുന്നുണ്ടോ എന്നറിയില്ല. നമ്മൾ പറഞ്ഞു ഈ 4 ലക്ഷം എന്തിന്റെ ബേസിലാണെന്ന് അറിയോ? 4 ലക്ഷം തരം മനുഷ്യ ശരീരങ്ങൾ നമുക്കുണ്ട്. ആ ശരീരത്തിലൂടെയാണ് ആത്മാവ് കടന്നു പോകുന്നത്. ആ 4 ലക്ഷം എന്ന് പറയുന്ന ക്ലാസ് എങ്ങനെ വന്നു? ഇന്ത്യക്കാരൻ, പാകിസ്ഥാൻകാരൻ, ആഫ്രിക്കനാണോ, അത് കറുപ്പ് വെളുപ്പ്, ആണ് പെണ്ണ്, അതാണ് കൊച്ചുകുട്ടി, അങ്ങനെയാണോ? എങ്ങനെയാണ്? നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബോധത്തിന്റെ തലം. ബോധത്തിന്റെ തലം, കോൺഷ്യസ്നസ്. അതാണ്. ആ കോൺഷ്യസ്നെസിന്റെ വേരിയേഷൻ കൊണ്ടാണ് നമ്മൾ ഇന്ന് ഇവിടെ ഉച്ചയ്ക്ക് എല്ലാവരും കൂടി കൂടിയിരിക്കുന്നത്, കുറച്ചുപേര് കൂടിയിരിക്കാത്തത്, അല്ലെങ്കിൽ കുറെ ആൾക്കാർ അമ്പലത്തിൽ പോകുന്നു, കുറെ ആൾക്കാർ പ്രാർത്ഥിക്കുന്നു, കുറെ ആൾക്കാർ ഇതുമായിട്ടൊന്നും ബന്ധവുമില്ല, അല്ലെ? കുറെ ആൾക്കാർ പള്ളിയിൽ പോകുന്നുണ്ട്. ഇതെല്ലാം കോൺഷ്യസ്നെസ് ആണ്. അപ്പൊ ഏത് നമ്മൾ എന്തിന് ജനിച്ചാലും, ഏത് മതമായിക്കോട്ടെ, എന്തിനായാലും നമ്മൾ അവിടെ പറഞ്ഞിട്ടുള്ള ആ ഒരു ഇൻസ്ട്രക്ഷൻസിൽ, ആത്മീയമായ ഇൻസ്ട്രക്ഷൻസിൽ സത്യസന്ധതയോടെ നമ്മൾ ഫോളോ ചെയ്യുന്നെങ്കിൽ നമ്മുടെ കോൺഷ്യസ്നെസ് ലെവൽ, അതായത് അവബോധം ഉയർന്നതാണ്. അപ്പൊ ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാല് ഈ 4 ലക്ഷം തരം എന്ന് പറയുന്ന ജന്മം ഏറ്റവും ലോവർ എന്ന് പറയുന്നത് മൃഗതുല്യമായിരിക്കും. മനസ്സിലായില്ലേ? അവർക്ക് പൊതുവെ ഒരു വിനയം കുറവും അല്ലെങ്കിൽ ഭക്തി എന്നുണ്ടാവില്ല, ഭഗവാനെ കുറിച്ചൊന്നും ഒരു മൃഗീയമായിരിക്കും, അത് പൊതുവെ മൃഗതുല്യമായിരിക്കും. അവിടുന്ന് നമ്മളുടെ അവബോധം വികസിക്കുന്നതനുസരിച്ചാണ് നമ്മളിൽ മാറ്റങ്ങൾ ഉണ്ടാവുക. അതുപോലെ തന്നെ സത്വരജോ തമോ ഗുണങ്ങൾ, നമ്മൾ പറഞ്ഞു പ്രകൃതി ത്രിഗുണങ്ങൾ നമ്മൾ ആക്ട് ചെയ്യും. 14-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വിശദമായിട്ട് അത് പഠിക്കും. വളരെ ബ്യൂട്ടിഫുൾ ചാപ്റ്റർ ആണ്, നമ്മളുമായിട്ട് വളരെ കണക്ട് ചെയ്തൊരു ചാപ്റ്ററാണ്. അപ്പോ ആ സത്വരജോ തമോ ഗുണങ്ങളിൽ നമ്മൾ തമോ ഗുണവും രജോ ഗുണവും ഒക്കെ ക്രമേണ ഒഴിവാക്കി നമ്മൾ സത്വഗുണത്തിൽ മാക്സിമം വരാൻ ശ്രമിക്കും. അതിനുശേഷമാണ് നമ്മൾ ശുദ്ധ സത്വത്തിലേക്ക് ഉയരുന്നത്. അത് ഭഗവാൻ അർജുനോട് പറയും. അപ്പൊ ആ ഒരു ലെവലിലേക്ക് നമുക്ക് പോകാനും സാധിക്കും. അപ്പൊ പറഞ്ഞത് എന്താന്ന് വെച്ചാൽ ഇതെല്ലാം ഭഗവാനുമായിട്ടുള്ള ബന്ധം സ്ഥാപിക്കാൻ. അപ്പൊ ഭക്തിയില്ലാതെ കർമ്മവും ഭക്തിയില്ലാതെ ജ്ഞാനവും കൊണ്ട് നമുക്ക് ഗുണമില്ല. അപ്പൊ നമുക്ക് ഭക്തി ആവശ്യമാണ്. ആ ഭക്തി എങ്ങനെ കൊണ്ടുവരാം? അപ്പൊ എന്തുകൊണ്ട് നമുക്ക് ഭക്തി ഇല്ല എന്ന് വെച്ചാല് നമ്മള് ജന്മജന്മാന്തരങ്ങളായിട്ട് എന്തൊക്കെയോ ജീവികളൊക്കെ ആയിരുന്നു, മനുഷ്യരൊക്കെ ആയിരിക്കും. അതിലൂടെ കടന്നുപോയതിന്റെ ഒരു റിസൾട്ടിലാണ് നമ്മളിപ്പോ നിൽക്കുന്ന ശരീരം. മനസ്സിലായില്ലേ? അപ്പൊ ആ സമയങ്ങളിൽ നമുക്ക് മനസ്സിലുണ്ടായിരുന്ന ആഗ്രഹങ്ങളാണ് നമുക്ക് ഈ ശരീരം തന്നിരിക്കുന്നത്. നമുക്ക് കാണും നമ്മൾ ഏത് വീട്ടിൽ ജനിച്ചു, ഏത് സാഹചര്യത്തിൽ ജനിച്ചു, എന്തെല്ലാം സന്ദർഭങ്ങളിലൂടെ നല്ലതും ചീത്തയും മനസ്സിന് വിഷമം ഉണ്ടാക്കുന്നതും സന്തോഷം ഉണ്ടാക്കുന്നതും ഒക്കെ ഇതിലൊക്കെ നമ്മൾ കടന്നു പോകുന്നത് എല്ലാം നമ്മളുടെ കർമ്മങ്ങളുടെ പ്രതിപ്രവർത്തനങ്ങളാണ്, റിയാക്ഷൻസ് ഓഫ് കർമ്മയാണ്. അതുപോലെ തന്നെ നമ്മൾ ഇപ്പൊ ചെയ്തു പോകുന്ന കാര്യങ്ങളും നമ്മുടെ അടുത്ത ശരീരത്തിലേക്കുള്ള ഒരു യാത്രയിലാണ് നമ്മളിപ്പോ. അപ്പൊ നമ്മള് ഈ ജന്മത്തിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളും മുന്നത്തെ ബാക്കി കിടക്കുന്നത് എല്ലാം കൂടി ചേർന്നിട്ടായിരിക്കും നമുക്കൊരു അടുത്ത ശരീരം കിട്ടുന്നത്. അപ്പൊ അതുകൊണ്ട് എപ്പോഴും നമ്മൾ ഓർക്കുക, നമ്മൾ ഇപ്പൊ ജനിച്ചു, മനുഷ്യരൂപം കിട്ടി, ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ള, ഏറ്റവും പുണ്യമായിട്ടുള്ള മനുഷ്യജന്മം, പുണ്യജന്മം എന്നൊക്കെ പറയില്ല. കാരണം ഇതാണ്. അപ്പൊ ഈ ജന്മം നമ്മൾ അതിന്റെ എന്താണ് ഈ മനുഷ്യൻ എന്ന രൂപം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ള ലക്ഷ്യത്തിലേക്ക് പോകാനായിട്ട് നമ്മൾ ഉപയോഗപ്പെടുത്തിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതൊരു നല്ലൊരു ചാൻസ് നമ്മൾ മിസ്സാക്കുന്ന പോലെയായിട്ട് വീണ്ടും നമ്മുടെ ഫൈനൽ എക്സാമിന് നമ്മൾ തോറ്റ് വീണ്ടും അതേ ക്ലാസ്സിൽ നമ്മൾ ഇരിക്കേണ്ടി വരും. അപ്പോൾ അത് സാധ്യമാക്കാതിരിക്കാനായിട്ടാണ് ശരിക്കും നമ്മൾ ഈ ആത്മീയത പഠിക്കുന്നതും നമ്മൾ എന്താണെന്ന് മനസ്സിലാക്കാനാണ് ഇതെല്ലാം ചെയ്യുന്നത്. അല്ലാതെ ഓക്കെ ഇത് പഠിച്ചു ഞാൻ സന്യാസിയാവണോ, അല്ലെങ്കിൽ ഞാൻ ഭഗവത്ഗീത പഠിച്ചിട്ട് എന്ത് കാണിക്കാതെ എന്ത് ഗുണമുണ്ടെന്ന് വെച്ചാൽ തീർച്ചയായും ഗുണമുണ്ട്. നമുക്ക് ശാരീരികമല്ല, നമ്മുടെ ആത്മാവിന് വേണ്ടി ഒരു ഫീസ്റ്റാണ്. ആത്മാവിന് വേണ്ടത് ഇതാണ്. ആ ആത്മജ്ഞാനം കിട്ടിയാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് ഒരു ജന്മം എടുത്തതിന്റെ പുരോഗതിയിലേക്ക് അല്ലെങ്കിൽ അതിന്റെ ലക്ഷ്യത്തിലേക്ക് പോകാൻ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ക്രമേണ മനസ്സിലാക്കും നമുക്ക് എന്ത് സംഭവിക്കുന്നുള്ളത്. കാരണം അപ്പൊ നമ്മൾ തന്നെയാണ് നമ്മളുടെ അടുത്ത ശരീരം തീരുമാനിക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിൽ എവിടെയെങ്കിലും ഒരു കോർണറിൽ വെച്ചേക്കുക. അപ്പൊ അതില് ആ ഒരു കാര്യത്തില് നമുക്ക് ഒരു
നല്ല രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് സ്പിരിച്വൽ ലേണിംഗ് അല്ലെങ്കിൽ ആത്മീയ പഠനം നമുക്ക് സാധ്യമാകും. അപ്പൊ ഇതിനകത്ത് നമ്മളിപ്പോ പറഞ്ഞു ഇങ്ങനെ 3 വിഭാഗങ്ങളായിട്ട് പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പൊ അതിനകത്ത് ഒന്നാമത്തെ അധ്യായം നമ്മൾ പറയുകയാണെങ്കിൽ, അപ്പൊ ഇതിനകത്ത് കുറച്ചും കൂടി പറയാനുണ്ട്. ഇപ്പോ ശ്രീമദ് സോറി എന്താ പറയുക, ഭഗവത്ഗീതയെ ഗീതോപനിഷത്ത് എന്ന് പറയാറുണ്ട്. ഇപ്പൊ നമ്മൾ ഭാഗവതത്തിനെ മഹാഭാരതത്തിനെ നമ്മൾ പഞ്ചമ വേദം എന്നാ പറയുന്നത്, മനസ്സിലായില്ലേ? മഹാഭാരതം കാരണം വെച്ചാല് ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം, 4 വേദങ്ങൾ അല്ലെ. വേദങ്ങൾ ഒറ്റ വേദത്തിനെ ഭഗവാനിൽ നിന്ന് വന്നതാണ്. ഇത് മനുഷ്യനായിട്ട് എഴുതപ്പെട്ടതല്ല വേദങ്ങൾ, ഭഗവാനിൽ നിന്ന് വരുന്നതാണ് വേദങ്ങൾ. അപ്പൊ വേദങ്ങളെ ഭഗവാൻ ആദ്യത്തെ അസൈൻമെന്റ് വ്യാസദേവനാണ് കൊടുത്തത്. വ്യാസനോട് പറഞ്ഞു ഇത് നീ എങ്ങനെയാന്ന് വെച്ചാൽ മനുഷ്യർക്ക് മനസ്സിലാവുന്ന രീതിയിലാക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ എല്ലാ കാലത്തും എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ അതിനെ വിഭജിച്ചതാണ് ഈ 4ആയിട്ട്: ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം ഒക്കെ. അതുപോലെ തന്നെ മഹാഭാരതം എന്ന് പറയുന്നത് ഒരു മഹാപുരാണമാണ് അല്ലെ. അത് നമുക്ക് മനസ്സിലാക്കാൻ വളരെ എളുപ്പമെന്ന് വെച്ചാൽ അത് കഥാരൂപേണയാണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് അത് നമ്മളുടെ ജീവിതത്തിൽ നമ്മുടെ ജീവിത ലക്ഷ്യത്തിലേക്ക് എത്തിക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് അതിനെ പഞ്ചമവേദം എന്ന് അതിനെ പറയും. കാരണം എന്താണ്? വേദങ്ങളെല്ലാം തന്നെ ഭഗവാനിൽ നിന്ന് വന്നിരിക്കുന്നത് നമ്മളെ നമ്മുടെ ജന്മത്തിന്റെ പൂർണ്ണതയിലേക്ക് കൊണ്ടുവരാൻ. ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പോ നമ്മളൊരു TV മേടിച്ചു, അല്ലെങ്കിൽ ഒരു വാഷിംഗ് മെഷീൻ മേടിച്ചു, ഫ്രിഡ്ജ് മേടിച്ചു, അല്ലെങ്കിൽ എന്തെങ്കിലും മൊബൈൽ മേടിച്ചപ്പോൾ അതിന്റെ കൂടെ ഒരു കുഞ്ഞ് ലീഫ്ലെറ്റ് ഉണ്ടാവും അല്ലെ. ഒരു മാനുവൽ എന്ന് പറഞ്ഞ സാധനം ഉണ്ടാവും, ശരിയല്ലേ? അതെങ്ങനെയൊക്കെ ഉപയോഗിക്കണം എന്ന് അറിയാൻ. അത് എഴുതി ഇറക്കുന്നത് ആരാണ്? അതെന്റെ നിർമ്മാതാക്കളാണ് അല്ലെ. അതിനകത്ത് ആ ഒരു വസ്തു ഉണ്ടാക്കുന്ന ഒരു എഞ്ചിനീയർ ആണ്. ആ എഞ്ചിനീയറുടെ ബ്രെയിനിൽ നിന്നുള്ള കാരണം അദ്ദേഹത്തിനെ അറിയുള്ളൂ എന്റെ പ്രൊഡക്റ്റ് എന്താണ് അതിന് ചെയ്യേണ്ടത്, എത്ര ചാർജ് ചെയ്യണം ഇനീഷ്യലി, എങ്ങനെ ഉപയോഗിക്കണം അല്ലെ, ഈ വാഷിംഗ് മെഷീൻ എങ്ങനെ ഉപയോഗിക്കണം, ഇത് എന്തൊക്കെ ആ ഇൻസ്ട്രക്ഷൻസ് കൃത്യമായിട്ട്. എന്തിനാന്ന് വെച്ചാൽ പ്രോപ്പർ ആയിട്ട്. കാരണം അദ്ദേഹത്തിന് അറിയാം ഇതിനെ എങ്ങനെയൊക്കെ ചെയ്താൽ ഇതിനെ ലോങ് ലാസ്റ്റ് ചെയ്ത് കേടാകാതെ കൊണ്ടുപോകാം, മനസ്സിലായി, എന്റെ ലക്ഷ്യത്തിലേക്ക് അതിനെ കൊണ്ടുപോകാം. അതുപോലെ മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ഭഗവാൻ വേദങ്ങൾ തന്നിരിക്കുന്നത് ഈ ഒരു രൂപം കൊണ്ട് നിങ്ങൾക്ക് എങ്ങനെ നിങ്ങളുടെ പ്രോപ്പർ യൂസിലേക്ക് നിങ്ങളെ കൊണ്ടുപോകാം എന്നുള്ളതാണ് കൃത്യമായിട്ട് വേദത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നത്, മനസ്സിലായി. ആ വേദത്തിന്റെ എക്സ്ട്രാക്ട് ആണ് ഈ വരുന്ന ശ്രീമദ് ഭാഗവതവും ഉപനിഷത്തുകളും എല്ലാം അതിൽ നിന്ന് വരുന്നതാണ്. അപ്പൊ അതിൽ നിന്നുള്ളൊരു വലിയൊരു സത്താണ് ഭഗവത്ഗീത വരുന്നത്. കാരണം എന്താ, ഇതിന്റെ എല്ലാം ഒരു നക്ഷൽ അതിനകത്ത്. അത് എവിടെയാണ് വ്യാസൻ വച്ചിരിക്കുന്നത് വെച്ചാല് ഈ പഞ്ചമവേദം എന്ന് പറയുന്ന ഈ മഹാഭാരതത്തിന്റെ ഉള്ളിലാണ്, ഭീഷ്മ പർവ്വത്തിലാണ് അതിന് വെച്ചിരിക്കുന്നത്. എന്തുകൊണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാല് ആചാര്യന്മാര് പറയുന്നത് എന്താണെന്ന് വെച്ചാല് ഈ കലിയുഗത്തിലേക്ക് വരുമ്പോൾ നമ്മളുടെ ആയുസ് കുറവായതുകൊണ്ട് വേദം എല്ലാം പഠിക്കാൻ പോകുന്ന കാര്യങ്ങളെല്ലാം കുറഞ്ഞു അല്ലെ, വളരെ ഇല്ല എന്ന് തന്നെ പറയാം. അങ്ങനെ വേദപഠനമൊന്നും ഇല്ലാതിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമുക്ക് പുരാണ കഥകൾ, ഇതിഹാസങ്ങളൊക്കെ വായിക്കാൻ വളരെ താല്പര്യമായിരിക്കും. അപ്പൊ മഹാഭാരതത്തിന് എപ്പോഴും ഒരു പ്രസക്തി വരും, കാരണം കഥയാണത്. അപ്പൊ അങ്ങനെ മഹാഭാരതം നമ്മൾ പഠിച്ചു വരുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? അതിന്റെ ഉള്ളില് ഈ ഒരു സമയത്തുമ്പോൾ നമ്മൾ ഭഗവത്ഗീത വായിക്കും. അപ്പൊ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാൻ പറ്റും, ഭഗവത്ഗീത കൂടുതൽ ഒരു പോപ്പുലർ ആയത് എപ്പോഴാന്ന് ഓർക്കണ്ടോ? ഹിന്ദിയില് മഹാഭാരതം സീരിയൽ വന്നു. ഹിന്ദിയില് മഹാഭാരതം സീരിയൽ വന്നു. അപ്പൊ എല്ലാവരും കഥയാണല്ലോ ഇത് കാണാൻ, സീരിയൽ കാണാനാണ് പോയിരിക്കുന്നത് അല്ലെ. മഹാഭാരതം ആണെങ്കിൽ ഒരു സീരിയലാണ്. അപ്പൊ സീരിയൽ അല്ലാണ്ട് ഒരു ആത്മീയ ചിന്തയൊന്നും അല്ല പോകുന്ന ആൾക്കാർ. സീരിയൽ ഒരു കഥ കാണുന്ന പോലെ ഇപ്പൊ കാണുന്ന ചില സീരിയലില്ല, അതുപോലെ ഒരു സീരിയൽ എന്നുള്ള ഉദ്ദേശിച്ചുള്ള മെജോറിറ്റി പോയിരുന്നത്. പക്ഷെ എന്ത് പറ്റിയെന്ന് വെച്ചാൽ അതിനകത്ത് കുരുക്ഷേത്ര യുദ്ധത്തിന് മുന്നേ ഈ ഉപദേശഭാവം വന്നപ്പോ കുറെ എപ്പിസോഡുകൾ തന്നെ കൃഷ്ണൻ അർജുനോടുള്ള ഉപദേശങ്ങളായി മാറി. അപ്പൊ അതും നമ്മൾ ഇങ്ങനെ ജനങ്ങൾ കേട്ടു. അപ്പൊ അത് കേൾക്കുമ്പോ ഇതെല്ലാം ഭഗവത്ഗീതയിലാണെന്നുള്ളത് മനസ്സിലായതുകൊണ്ട് എല്ലാവർക്കും യഥാ ധർമ്മസ്യം അല്ലെ, പിന്നെ എന്താണ് പരിത്രാണായ സാധുവിന്, നമുക്ക് 1-2 ശ്ലോകങ്ങളെല്ലാം ചെറിയ സാധാരണ ഇതൊന്നും അറിയാത്ത കുട്ടികൾക്ക് പോലും, അല്ലെങ്കിൽ കാര്യം ഇതിങ്ങനെ കേൾക്കുകയാണ് എല്ലാ വീട്ടുകളിൽ നിന്നും, ഉറക്കെ കേൾക്കാം, വഴി കൂടി കേൾക്കാം. അപ്പൊ ഇതെല്ലാം കേട്ടും ഇത് കുറെ ആൾക്കാർക്ക് അത് ബൈഹാർട്ടായി. എന്താണ് അതിന്റെ അർത്ഥം എന്ന് പോലും അറിഞ്ഞുകൂടെങ്കിൽ പോലും ഭഗവത്ഗീത എന്ന് പറയുന്നതിൽ ഒരു ശ്ലോകമെങ്കിലും, അറ്റ്ലീസ്റ്റ് 1-2 ശ്ലോകമെങ്കിലും എല്ലാവർക്കും അറിയാം. ഇങ്ങനെ കാണുന്നതിൽ തൽപരരായ ഒരു വിഭാഗം ആൾക്കാർ, ചിലപ്പോൾ വളരെ ചെറിയൊരു ശതമാനമായിട്ട് അവർ നോക്കി ഇത് കൊള്ളാമല്ലോ, ഈ തത്വം കൊള്ളാം, ചിലർക്ക് ഇഷ്ടപ്പെടും. അപ്പൊ അവരെന്ത് ചെയ്യും? അത് തേടിപ്പോവും, ഇത് എവിടെയാണ് ഇതിന്റെ ഡീറ്റെയിൽ. അപ്പൊ അവര് ഭഗവത്ഗീത വാങ്ങിക്കും, വായിക്കും,
മനസ്സിലാവില്ല ചിലപ്പോൾ. അപ്പൊ ഏതെങ്കിലും ഒരു ഗുരുവിനെ സമീപിക്കും, ആ ഗുരുവിൽ നിന്ന് പഠിക്കും. പിന്നെ ചിലപ്പോൾ ആ ഗുരു വേറൊരു ആധ്യാത്മിക ഗുരുവിനെ കണ്ടുപിടിക്കും, ശിഷ്യത്തോട്. ഇങ്ങനെയാണ് മനുഷ്യൻ. അപ്പൊ ഇതുപോലെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് അത് വ്യാസദേവനെ ഈ കഥയുടെ ഉള്ളിനകത്ത് ഫിറ്റ് ചെയ്തത്. മനസ്സിലായില്ലേ? അത് തന്നെയാണ് ഉദ്ദേശം. അപ്പൊ എങ്ങനെയാണ് നമ്മൾ ഇത് സാധാരണ ഈ കലിയുഗത്തിലെ സാധാരണക്കാരിലേക്ക് എത്തിയിരിക്കുന്നത്? അങ്ങനെ അപ്പൊ എന്താണ് ഇതിന്റെയൊക്കെ പരമമായ ലക്ഷ്യം? ഭഗവാന്റെ ഉദ്ദേശം എന്ന് വെച്ചാല് തന്റെ മക്കളെല്ലാം, പരംപിതാവിന്റെ ലക്ഷ്യം തന്റെ അംശങ്ങളായ ജീവാത്മാക്കളെല്ലാം തന്നെ തന്റെ അടുത്ത് എത്തണമെന്ന് ഭഗവാൻ ആഗ്രഹമുണ്ട്. അവരിങ്ങനെ ഈ ജന്മമൃത്യു ജരാവ്യാധി ഈ പുനർജന്മത്തിൽ കിടന്ന് കഷ്ടപ്പാട്, എന്തോരം കഷ്ടപ്പാടല്ലേ. ജനിച്ച് കഴിഞ്ഞ് സ്കൂളിൽ പോകണം, പഠിക്കണം, ജോലി ചെയ്യണം, കാശുണ്ടാക്കണം, പിന്നെ അസുഖം വേറെ അല്ലെ, തലകറക്കം, മുട്ടുവേദന, നടുവേദന, എന്തോരം പ്രശ്നങ്ങളിലൂടെ നമുക്ക് കടന്നു പോകണം അല്ലെ. പിന്നെ ആൾക്കാരുടെ ശല്യം, കള്ളന്മാരുടെ ശല്യം, മാല പൊട്ടിക്കല് അല്ലെ. പിന്നെ കുറെ ഇതൊക്കെ സൂക്ഷിച്ചു വെക്കണം, ലോക്കറിൽ കാശിട്ട് വെക്കണം. പിള്ളേര് വഴിതെറ്റി പോവോ, അതിന്റെ ഒരു വേവലാതി, എന്തോരം. അതായത് ഒരു സെക്കൻഡ് പോലും സമാധാനമില്ലാത്തൊരു സംഭവമാണ് നമുക്ക് തന്നിരിക്കുന്നത് അല്ലെ. എന്നിട്ട് നമ്മൾ പറയും ഇത് പുണ്യജന്മം പറയുന്നത്. എന്താണ് അല്ലെ? നമുക്ക് ഇതെന്താ? യെസ്, തീർച്ചയായും പുണ്യജന്മം. കാരണം വേറെ ജീവിവർഗം ഒന്നും ആയില്ലല്ലോ. അറ്റ്ലീസ്റ്റ് നമ്മൾ പുണ്യജന്മത്തിൽ തന്നെ ഒരു 4 ലക്ഷത്തിന്റെ ഒരു തട്ടിലാണ് നമ്മൾ നിൽക്കുന്നത്. നമുക്ക് മനസ്സിലാവും എന്തുകൊണ്ടറിയാം? കാരണം നമ്മൾ ഇതൊക്കെ അറ്റ്ലീസ്റ്റ് ഭഗവാന്റെ കാര്യവും ഭഗവത്ഗീതയും വായിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഈ 4 ലക്ഷം തരം മനുഷ്യജന്മത്തിന്റെ ലോവറിലല്ല നിൽക്കുന്നത്, എവിടെയോ കുറച്ച് മുകളിലാണ് നിൽക്കുന്നത് അല്ലെ. അതുകൊണ്ടാണ് ഇതെങ്കിലും നമുക്ക് ഇരിക്കാൻ സാധിക്കുന്നത്. അപ്പൊ അതാണ് ഭഗവത്ഗീതയെ. അപ്പൊ ഭഗവത്ഗീതയെ അതുപോലെ തന്നെ ഗീതോപനിഷത്ത് എന്ന് പറയും. മനസ്സിലായില്ലേ? ഉപനിഷത്ത് എന്ന് വെച്ചാൽ വേദത്തിന്റെ ഒരു എക്സ്ട്രാക്ട് ആണ്. കാരണം ഉപനിഷത്തുകളുടെ ഗുണം എന്താ വെച്ചാല് ഉപനിഷത്തുകൾ നമ്മളെ പെട്ടെന്ന് ഭഗവാനുമായിട്ട് ബന്ധിപ്പിക്കാനാകുന്ന കാര്യങ്ങൾ പറഞ്ഞു തരും. വേദത്തിന്റെ എക്സ്ട്രാക്റ്റുകൾ എടുത്തു തരും. അപ്പൊ ബൃഹത്തായി വേദം പഠിച്ച സമയം നമുക്ക് ഇല്ല ഇപ്പൊ കളയാനായിട്ട്. സമയം കളയുക എന്ന് പറയാൻ പറ്റില്ല, അത്രയും സമയം നമ്മുടെ കയ്യിൽ ഇല്ല. അപ്പോ അതുകൊണ്ട് നമ്മൾക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ ഉപനിഷത്തുകൾ, ഇപ്പോഴും ഉപനിഷത്തുകൾ പലതും അവൈലബിൾ ആണ്. നമ്മുടെ ഈ പഠനത്തിന്റെ ഇടയിൽ നമ്മൾ ഈശാവാസ്യ ഉപനിഷത്ത് നമ്മൾ പഠിക്കും. അതിനകത്ത് വളരെ കുറച്ച് ശ്ലോകമേ ഉള്ളൂ. അപ്പൊ ഈശാവാസ്യ ഉപനിഷത്ത് വളരെ പ്രധാനമാണ്. അപ്പൊ അത് പഠിക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഇതുമായിട്ട് ബന്ധമുള്ളത് കൊണ്ട് നമ്മൾ അതും ഇതിന്റെ കൂടെ ചേർന്ന് പഠിച്ചു പോകും. കുറച്ച് കഴിയുമ്പോൾ ഒരു 1-2 ചാപ്റ്റർ കഴിയുമ്പോൾ നമ്മൾ ഉപനിഷത്തുകൾ എടുക്കാം. അപ്പൊ ഉപനിഷത്തിന്റെ അർത്ഥം തന്നെ എടുക്കുകയാണെങ്കിൽ ഉപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത് എന്നാണ് അർത്ഥം. മനസ്സിലായില്ലേ? നിഷീദതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊണ്ടുവരിക. അപ്പൊ ഉപനിഷത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യനെ പരമപുരുഷന്റെ അടുത്തേക്ക് കൊണ്ടുവരിക. അതാണ് ഉപനിഷത്തിന്റെ അർത്ഥം. ഉപ എന്ന് വെച്ചാൽ അടുത്ത്, നിഷീദതി എന്ന് വെച്ചാൽ കൊണ്ടുവരിക. അപ്പൊ ഉപനിഷത്തിന്റെ അർത്ഥം തന്നെ അടുത്തേക്ക് കൊണ്ടുവരിക. ആരെ? പരമപുരുഷനെ നമ്മുടെ അടുത്തേക്ക്, മനുഷ്യനെ പരമപുരുഷന്റെ അടുത്തേക്ക് കൊണ്ടുവരാൻ സഹായിക്കുന്ന ഉപനിഷത്ത്. അപ്പൊ ഭഗവത്ഗീതയെ ഗീതോപനിഷത്ത് എന്ന് പറയുന്നുണ്ട്. അപ്പൊ എന്താണ് അർത്ഥം എന്ന് വെച്ചാൽ ഭഗവത്ഗീത പഠനത്തിലൂടെ നമുക്ക് ഭഗവാന്റെ അടുത്തേക്ക്, പരമപുരുഷന്റെ അടുത്തേക്ക് എത്താൻ സാധിക്കും. മറ്റൊരർത്ഥം എന്ന് വെച്ചാൽ ഉപ എന്ന് പറഞ്ഞാൽ അടുത്ത് തന്നെ, നിഷീദതിയെ സ്പ്ലിറ്റ് ചെയ്തിട്ട് നീ എന്ന് പറഞ്ഞാൽ തീർച്ചയായും എന്നും, ഷദ് എന്ന് പറഞ്ഞാൽ അയക്കുക അല്ലെങ്കിൽ നശിപ്പിക്കുക, അല്ലെങ്കിൽ മനസ്സിലാവില്ല, അങ്ങനെ ഒരു മീനിങ് ഉണ്ട്. അല്ലെങ്കിൽ നേടുക എന്നുള്ളൊരു മീനിങ് ഉണ്ട്. അപ്പൊ അതിനെ ചേർത്ത് പറയുകയാണെങ്കിൽ തീർച്ചയായും ബന്ധനത്തെ അഴിക്കുന്നു, തന്റെ സ്വരൂപത്തെ കുറിച്ചുള്ള അജ്ഞാനത്തെ നശിപ്പിക്കുന്നു, മോക്ഷം നേടാൻ സഹായിക്കുന്നു. അപ്പൊ ഇവിടെ രണ്ട് രീതിയിലാണ് നമുക്ക് മനസ്സിലാകുക. ഒന്ന്, മനുഷ്യനെ പരമപുരുഷനിലേക്ക് അടുപ്പിക്കുന്നത് ഉപനിഷത്തിന്റെ ഒരർത്ഥമാണ്. മറ്റത് ഉപനിഷത്ത് എന്ന് പറയുമ്പോൾ അടുത്ത് നീ എന്ന് പറഞ്ഞാൽ തീർച്ചയായും, ഷദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 അർത്ഥം വരുന്നുണ്ട്. അയവ് വരുത്തുക, നശിപ്പിക്കുക, പിന്നെയുള്ളത് നേടുക എന്നാണ്. അപ്പൊ എന്തിന് അയവ് വരുത്തുന്നു എന്ന് വെച്ചാല് ബന്ധനത്തിന് അയവ് വരുത്തുക. എന്തുമായിട്ടുള്ള ബന്ധനത്തിന്? ഭൗതികതയായിട്ടുള്ള. നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നറിയോ? ഭൗതിക ബന്ധനമാണ്. ഭാര്യ, ഭർത്താവ്, അച്ഛനമ്മ, ബന്ധങ്ങൾ, പിന്നെ കാറ്, ലോറി, ബസ്, ആഹാരം, ഫുഡ്, അത് ഇത്, സ്വർണം, വെള്ളി അല്ലെ. ഇതെല്ലാം നമുക്ക് ബന്ധനങ്ങൾ. ഇതെല്ലാത്തിനുമായിട്ടുള്ള ആഗ്രഹങ്ങൾ ഇങ്ങനെ കിടക്കണം നമുക്ക് അല്ലെ. ആ പല വളർത്തുമൃഗങ്ങൾ, സസ്യങ്ങൾ, ഇതെല്ലാം പെടും ഇതിനകത്ത്. യാത്ര ചെയ്യണം, അവിടെ പോകണം, ഇവിടെ ഇത് വാങ്ങിക്കണം, പുതിയ ഹോട്ടൽ തുറന്നിട്ടുണ്ട്, അവിടെ പോയി കുഴിമന്തി കഴിക്കണം, ഇതൊക്കെ നമ്മുടെ മനസ്സിലുണ്ട്. അപ്പൊ ഇതെല്ലാം ബന്ധനങ്ങളാ, ആഗ്രഹങ്ങൾ കിടക്കുക മനസ്സിലല്ലേ. അപ്പൊ ഇതൊക്കെ കൊണ്ട് നമ്മൾ ഈ ജീവിതം ഇങ്ങനെ കൊണ്ടുപോയിട്ട് നമ്മൾ ഈ ജീവിതം അവിടെ അവസാനിച്ച് എന്ത് സംഭവിക്കും? വീണ്ടും നമ്മൾ എന്ത് ചെയ്യും? ഇതെല്ലാം തീർക്കാനുള്ള ഒരു ശരീരം കിട്ടി വീണ്ടും ഇതെല്ലാം ആസ്വദിക്കാനാവുന്ന വീണ്ടും ജന്മം, മൃത്യു, ജരാവ്യാധി, ആദ്യം മുതൽ സ്കൂളിൽ പോകണം എന്നാലോചിച്ച് ഇനി നഴ്സറിയിലൊക്കെ പോയി ഇനിയും പോയി അതൊക്കെ വരും കേട്ടോ, ഇനി ജന്മങ്ങൾ വരും. പക്ഷെ അറ്റ്ലീസ്റ്റ് നമുക്ക് ഒരു അപ്ഗ്രേഡ് ഉണ്ടായിരിക്കും. മനസ്സിലായില്ല? അതാണ് ഈ ജന്മം കൊണ്ട്
ഉദ്ദേശിക്കുന്നത്. അല്ലാണ്ട് ഇവിടുന്ന് ഉടനെ മരിച്ചു പോകാന്നുള്ള പേടിപ്പിക്കാനല്ല ഉദ്ദേശിക്കുന്നത്. ഈ ജന്മത്തിൽ തന്നെ, മനസ്സിലായില്ലേ, ബദ്ധജീവാത്മാവെന്നുള്ള നമ്മള് മുക്ത ജീവാത്മാവായിട്ട് മാറണം. മുക്താത്മാവായിട്ട് മാറുന്നത് പലരും തെറ്റിദ്ധരിക്കും. മുക്താത്മാവ് എന്ന് പറഞ്ഞാൽ ഈ ശരീരമെല്ലാം വിട്ടു പോകുമ്പോഴല്ലേ ഞാൻ മുക്താത്മാവുള്ളൂ. ഒരിക്കലുമല്ല. ബദ്ധജീവാത്മാവിന് ഈ ശരീരത്തോടെ തന്നെ മുക്താത്മാവായിട്ട് ജീവിക്കാം. മുക്താത്മാവ് എന്ന് വെച്ചാൽ ബദ്ധനല്ല. ബദ്ധൻ എന്ന് വെച്ച് കഴിഞ്ഞാല് സത്വരജോ തമോ ഗുണങ്ങൾ കൊണ്ട് ഇവിടെയുള്ള ഭൗതിക കാര്യങ്ങളുമായിട്ട് കെട്ട് ചേർന്ന് നിൽക്കുന്ന, അല്ലെങ്കിൽ എന്താ പറയുക, കെട്ടപ്പെട്ടിരിക്കുന്ന വ്യക്തി, ബോണ്ട് ഉള്ള വ്യക്തി. ആ അവസ്ഥയിൽ നിന്നുള്ള ഒരു മാറ്റം ഒന്ന് ആലോചിച്ച് നോക്കി. ശാരീരിക ചിന്തയില്ല എന്ന് വെച്ചാല് നമുക്കൊരു വിഷയമല്ല അതൊക്കെ, മനസ്സിലായില്ലേ? അതൊന്നും ഒരു പ്രശ്നമല്ല. ആ ലാഘവം കൈവരിക, അപ്പൊ പ്രശ്നങ്ങൾ കുറയും, മനസ്സിലായില്ലേ? ചില കാര്യങ്ങൾ കണ്ടു കേട്ടു അമിതമായ സന്തോഷമില്ല, സ്റ്റെഡിനെസ്, മൈൻഡിന്റെ സ്റ്റെഡിനെസ് വരും. അതാണ് സമചിത്തത വരും, മനസ്സിലായില്ലേ? അതെല്ലാം നമ്മൾ 2-ാമത്തെ അധ്യായത്തിൽ പഠിക്കും. അപ്പൊ സമചിത്തനാവാൻ ഭഗവാൻ പറയുന്നുണ്ട്. അപ്പോ അതുപോലെയുള്ള അവസ്ഥ നമുക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ലൈഫ് ഭയങ്കര ഈസി. അതാണ് എന്നിട്ട് ഭഗവാനെ കുറിച്ചുള്ള ചിന്തകൾ. അപ്പൊ ഇവിടെ നടക്കുന്ന കാര്യങ്ങളോടൊന്നും കാര്യമായി നമുക്കൊരു വലിയ പ്രശ്നങ്ങളൊന്നും തോന്നാണ്ട് വരും. എല്ലാം ഭഗവാന്റെ ഭഗവാന്റെ ചിന്ത അതനുസരിച്ച് ജീവിതം നന്നായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്യും, മനസ്സിലായില്ലേ? അല്ലാണ്ട് നമ്മൾ അതിനു വേണ്ടി സന്യാസിയാവോ ഹിമാലയത്തിൽ ഇരിക്കൊന്നും വേണ്ട. മുക്താത്മാവാണ്. നമുക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ അത് സാധിക്കുന്നുള്ളതാണ്. അതാണ് നമുക്ക് ഏറ്റവും വലിയ ഒരു ഗ്യാരണ്ടി ഈ നോളജുകൾ നമുക്ക് തരുന്നത്. അപ്പോ അങ്ങനെയുള്ള ഉപനിഷത്ത് ഭഗവാന്റെ അടുത്തേക്ക് നമ്മളെ കൊണ്ടുപോകുന്നതും നമ്മുടെ ബന്ധനത്തെ അഴിക്കുന്ന, അയവ് വരുത്തുന്നതും, പിന്നെ എന്തിനെ നശിപ്പിക്കുന്നു? അജ്ഞാനത്തെ. എന്തജ്ഞാനമാണ്? നമ്മൾ എന്താണെന്നുള്ള അജ്ഞാനത്തെ നശിപ്പിക്കും. നമുക്കിപ്പൊ ചിന്ത എന്താണ്? നമ്മൾ ഈ ശരീരമാണെന്നാണ്. എന്റെ കാറ്, എന്റെ സ്കൂട്ടർ, എന്റെ കയ്യ്, എന്റെ കണ്ണ് എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. എന്റെ കൈ, എന്റെ കണ്ണെന്ന് പറയുമ്പോ, എന്റെ കണ്ണെന്ന് പറയുമ്പോ അവിടെ ഞാൻ ആരാണ്? അല്ലെ? എന്ന് ആലോചിച്ച് നോക്കുക. എന്റെ കണ്ണ്, എന്റെ കാല് എന്ന് പറയുമ്പോൾ അത് ഈ ശരീരത്തിന്റെ ഭാഗമല്ലേ? അപ്പൊ ഞാൻ തന്നെയല്ലേ ആ കാല് എന്ന് തോന്നും, അല്ലെ? അല്ല, ഞാൻ തന്നെയല്ല. ഞാൻ എന്ന് പറയുന്നത് ജീവാത്മാവാണ്. ഈ ജീവാത്മാവിന് ഇപ്പൊ കിട്ടിയിരിക്കുന്ന ഒരു ഡ്രസ്സ് മാത്രമാണ് ഈ ശരീരം. ആലോചിച്ച് നോക്കി. ആ ഒരു ഡ്രസ്സിനെ ചൊല്ലിയാണ് നമ്മൾ എല്ലാ ബന്ധങ്ങളും സ്ഥാപിക്കുന്നു, അല്ലെ? അതിന്റെ പേരിൽ നമ്മൾ മനസ്സൊക്കെ വിഷമിപ്പിക്കുന്ന അതിന്റെ പേരിൽ. അപ്പൊ നമുക്ക് എപ്പോൾ നമുക്ക് ആ അജ്ഞത മാറുന്നു, നമ്മൾ എന്താണെന്നുള്ള അജ്ഞത മാറിയിട്ട് നമ്മൾ എന്താണ് എന്നുള്ളത് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാവാൻ തുടങ്ങുമ്പോ തന്നെ നിങ്ങൾക്കത് അറിയും. 100% എനിക്ക് ഗ്യാരണ്ടി തരാൻ പറ്റും. നമ്മൾ ഭഗവത്ഗീത പഠിച്ചു പോകുമ്പോൾ നമുക്ക് ആ ലാഘവം മനസ്സിന് വരും, മനസ്സിലായി? നമ്മൾ വളരെ മനസ്സ് ഫ്രീ ആവാൻ തുടങ്ങും. അപ്പൊ നമുക്ക് മനസ്സിലാവും പ്രശ്നങ്ങളെ നമ്മൾ നേരിടുന്നതൊക്കെ വളരെ സമചിത്തതയോടെ നേരിടാൻ നമുക്ക് സാധിക്കും, മനസ്സിലായി? അവിടെ ആ സ്റ്റെഡിനെസ് കൈവരും. അതുപോലെ തന്നെ നമുക്കൊരു മോക്ഷമാർഗത്തിലേക്ക് നേടാൻ സഹായിക്കും. അത് ഇതുപോലെ ഈ ഒരു ജന്മമൃത്യു ജരാവ്യാധികളെ ബ്രേക്ക് ചെയ്യാൻ, വീണ്ടും ഒരു പുനർജന്മം ഒഴിവാക്കാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പൊ ഇന്നാളൊരിക്കൽ ഒരു ക്ലാസ് എടുത്തപ്പോ ഒരാൾ പറയുന്നുണ്ടായിരുന്നു, അയ്യോ അത് വേണ്ട, എനിക്ക് മോശം വേണ്ട, ഇപ്പം അത് വേണ്ട, ഇപ്പൊ വേണ്ട, ഇനിയും കുറെയൊക്കെ എൻജോയ് ചെയ്യാനുണ്ടെന്നാ പറഞ്ഞത്. ഇപ്പോഴും മതിയായിട്ടില്ലെന്നാ പറഞ്ഞത്. കോടിക്കണക്കിന് ജന്മങ്ങൾ കഴിഞ്ഞിട്ട് എങ്ങനെയാണ് ഇപ്പൊ ഒരു മനുഷ്യജന്മം കിട്ടിയിരിക്കുന്നത്. അപ്പൊ പറയുന്നത് ഇല്ല, ഈ ലൈഫ് ടൈം കൊണ്ട് തീരില്ല എൻജോയ്മെന്റ്, ഇനിയും കുറച്ചും കൂടി കുറെ എൻജോയ് ചെയ്യാനുണ്ട്. ഭയങ്കരം തന്നെ, ഞാൻ തൊഴുതു. കാരണം വെച്ചാൽ നമുക്കൊക്കെ ഇതുള്ള ഇപ്പൊ തന്നെ ഇത് എങ്ങനെയാണ് പോണേന്ന് തന്നെ ഇപ്പൊ അറിയില്ല, അല്ലെ? 4,32,000 വർഷമുള്ള കലിയുഗത്തിന്റെ 5000 വർഷം കഴിഞ്ഞപ്പോ തന്നെ നമ്മുടെ ലോകത്തിന്റെ സ്ഥിതി നമുക്കിപ്പോ അറിയാം. അപ്പൊ ഇനി ഒരു ജന്മം ചിലപ്പോ ഇനി ഇവിടെ തന്നെയാ വരണമെങ്കിൽ ആലോചിച്ച് കുറച്ചും കൂടി മുന്നോട്ട് പോയിട്ട് കൊച്ചായിട്ട് ജനിച്ച് വീണ്ടും നല്ല രസമായിരിക്കും ഇനി അങ്ങോട്ട്, അല്ലെ? കാലം അങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോൾ. അപ്പൊ എന്നിട്ട് അവിടെ നിന്ന് വീണ്ടും സ്കൂളിൽ പോയിട്ട് ഏത് രാജ്യത്താണ് ജനിക്കണമെന്ന് പറയാൻ പറ്റില്ല, അല്ലെ? ഇപ്പൊ യുദ്ധമൊക്കെ നടക്കുന്ന സ്ഥലത്താണെങ്കിൽ പറയാൻ വേണ്ട. അപ്പൊ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കണ്ട. അപ്പൊ നമ്മള് അങ്ങനത്തെ ആഗ്രഹങ്ങളെല്ലാം ഒഴിവാക്കിയിട്ട് ഭഗവത് ചിന്ത കൊണ്ടുവരിക. അപ്പൊ നമ്മുടെ ആ പ്യൂരിഫിക്കേഷൻ പ്രോസസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി ഭഗവാൻ നോക്കിക്കോളും, മനസ്സിലല്ലേ? നേരത്തെ പറഞ്ഞ പോലെ പൂച്ച കുഞ്ഞിനെ എടുത്തുണ്ടോണോ പോലെ നമ്മളൊന്നും അറിയണ്ട. നമ്മൾ ആ ഒരു സറണ്ടർ മെന്റാലിറ്റി നമുക്ക് വരിക, നമ്മുടെ ഈഗോ എല്ലാം കുറച്ച് ഒഴിവാക്കി കഴിഞ്ഞാൽ ബാക്കി ഭഗവാൻ നോക്കും. പിന്നെ നമ്മൾ അതിനു വേണ്ടി സ്ട്രഗിൾ ചെയ്യണ്ട, മനസ്സിലായില്ലേ? അതാണ് അതിന്റെ ഒരു വ്യത്യാസം. നമ്മൾ ഓടി നടന്ന് കഷ്ടപ്പെടണ്ട നമ്മൾ മുന്നോട്ട് നീങ്ങാനായിട്ട്. പിന്നെ ഉപനിഷത്തിന്റെ മറ്റൊരു കാര്യം പറയും, ബ്രഹ്മവിദ്യ എന്ന് പറയും, രഹസ്യവിദ്യ എന്നും പറയും ഉപനിഷത്തിന്. കാരണം ഇതൊരു രഹസ്യമാണ്, പരസ്യമായ രഹസ്യമാണെങ്കിൽ ഇതൊരു രഹസ്യമാണ്. കാരണം എത്ര പറഞ്ഞാലും എല്ലാവർക്കും ഇതിന്റെ അന്തസത്ത മനസ്സിലാവില്ല, മനസ്സിലായില്ലേ? ഇപ്പോ രാജവിദ്യ രാജഗുഹ്യ യോഗം എന്നാണ് 9-ാമത്തെ അധ്യായത്തിന്റെ പേര് തന്നെ. രാജഗുഹ്യമാണ് എന്ന് വെച്ചാൽ, ഗുഹ്യം എന്ന് പറഞ്ഞാൽ തന്നെ സീക്രട്ട് ആണ്. സീക്രട്ടിന്റെ സൂപ്പർലേറ്റീവ് ആണ് രാജഗുഹ്യം. അതാണ് അവിടെ പറയുന്നത്.
9-ാം അധ്യായത്തിൽ. എന്നാ പറയും അതെങ്ങനെ രഹസ്യം, ഇത് എല്ലാവർക്കും മേടിക്കാൻ കഴിയില്ല, കടയിലില്ലേ, 9-ാം അധ്യായം എടുത്ത് വായിച്ചാൽ പോലെ. അങ്ങനെ അങ്ങോട്ട് കിട്ടില്ല, അത് മനസ്സിലായി. അതാണ് അതിന്റെ രഹസ്യം. അപ്പൊ നമ്മുടെ ആ ഒരു മൈൻഡ് സെറ്റിൽ വന്നാലേ നമുക്ക് അതിനകത്ത് എന്താണ് അടങ്ങിയിരിക്കുന്നതെന്ന് മനസ്സിലാവും. അത് പ്രോപ്പറായിട്ട് മനസ്സിലാക്കിയില്ല എന്നുണ്ടെങ്കിൽ നമ്മളിത് ഹിസ്റ്ററി എടുത്ത് വായിക്കുന്ന പോലെയോ അല്ലെങ്കിൽ സോഷ്യൽ സയൻസോ അല്ലെങ്കിൽ നമ്മള് ഫിസിക്സ് കെമിസ്ട്രി എടുത്ത് പഠിക്കുന്ന പോലെ ആയിരിക്കും ഭഗവത്ഗീത പഠിക്കും. അങ്ങനെ പഠിച്ചിട്ട് കാര്യമില്ല. അതിനാണ് നമ്മൾ പ്രാർത്ഥനയുടെ കാര്യം. നമ്മൾ ആ മൂഡിൽ കൊണ്ടുവന്നിട്ട് വേണം നമുക്ക് മനസ്സിലാക്കാൻ, എന്നാലേ നമുക്ക് ഇത് എന്താണെന്നുള്ളത് മനസ്സിലാവുള്ളൂ. ഇനി ബാക്കി നമുക്ക് 1-ാമത്തെ ശ്ലോകം ഒന്ന് എടുത്തു നോക്കാം. നമ്മൾ ക്രമേണ മറ്റുള്ള ഓരോന്ന് പറയുന്ന കൂട്ടത്തില് നമുക്ക് ഇന്ന് പറയാം. അപ്പൊ ശ്ലോകം 1, ഭഗവത്ഗീത യഥാരൂപം, അധ്യായം 1, കുരുക്ഷേത്ര യുദ്ധക്കളത്തിലെ സൈന്യ നിരീക്ഷണം എന്നാണ് ഈ പുസ്തകത്തിൽ. ചിലടത്ത് സാഖ്യയോഗം എന്ന് കാണും, അത് രണ്ടും ഒന്ന് തന്നെയാണ്. അപ്പൊ അധ്യായം 1 കുരുക്ഷേത്ര യുദ്ധത്തിലെ സൈന്യ നിരീക്ഷണം. ശ്ലോകം 1 ഓം നമോ ഭഗവതേ വാസുദേവായ. ഓക്കെ, അപ്പൊ പറ്റുമെങ്കിൽ അൺമ്യൂട്ട് ചെയ്തിട്ട് മാക്സിമം ഏറ്റു ചൊല്ലുക. 3 പ്രാവശ്യം ഞാൻ ചൊല്ലും. അപ്പൊ ഓരോ തവണ ഏറ്റു ചൊല്ലുക. അതിനുശേഷം ആർക്കെങ്കിലും താല്പര്യമുള്ളവർക്ക് ചൊല്ലാം, മറ്റുള്ളവർക്ക് അപ്പൊ ഏറ്റു ചൊല്ലാം. അപ്പൊ അങ്ങനെ ഒരു 2-3 പേർക്ക് ചൊല്ലാം, മാറി മാറി ചൊല്ലാം. പിന്നെ ഒരു ശ്ലോകം എടുക്കാം. ശ്ലോകം 1 ഏറ്റു ചൊല്ലുക. ധൃതരാഷ്ട്ര ഉവാച ധൃതരാഷ്ട്ര ഉവാച ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേദായുയുത്സവഃ സമവേദായുത്സവഃ വേദായുയുത്സവഃ സമവേദായുത്സവഃ മാമകാ പാണ്ഡവാശ്ചൈവ പാണ്ഡവാശ്ചൈവ മാമകാ പാണ്ഡവാശ്ചൈവ പാണ്ഡവാശ്ചൈവ കിമകൂർവത സഞ്ജയ കിമകൂർവത സഞ്ജയ കിമകൂർവത സഞ്ജയ സഞ്ജയ ധൃതരാഷ്ട്ര ഉവാച ധൃതരാഷ്ട്ര ഉവാച ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേതായുയുത്സവഃ മാമകാ പാണ്ഡവാശ്ചൈവ പാണ്ഡവാശ്ചൈവ കിമകൂർവത സഞ്ജയ. ഇവിടെ നമുക്ക് സമവേത യുത്സവ വരുമ്പോ അവിടെ യുത്സവ പറയാം. മാമക ഇടയിലായതുകൊണ്ട് നമുക്ക് മാമകഹ പാണ്ഡവ പറയണമെന്നില്ല. മാമക അവിടെ മാമക ആ നിന്നാ മതി. മാമക പാണ്ഡവശ്ചൈവ കിമക. അപ്പൊ മാമക എന്ന് നിൽക്കാം. നീട്ടലുണ്ട് മാമക പാണ്ഡവശ്ചൈവ. ഇനി ഒന്ന് ചെല്ലാമോ ആരെങ്കിലും? ധൃതരാഷ്ട്രവാച ആദ്യം. ധൃതരാഷ്ട്രവാച. അപ്പൊ ഒരു മിനിറ്റ് ഒന്ന് എല്ലാവരും ഒന്ന് ഏറ്റു ചൊല്ലുക. അതാണ് അതിന്റെ ഒരു ഇത്. അപ്പൊ അങ്ങനെ രണ്ടുപേരും ചൊല്ലുക. അപ്പൊ ഒരാൾ ചൊല്ലുമ്പോ മറ്റുള്ളവർ ഏറ്റു. ധർമ്മക്ഷേത്രേ ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ ധർമ്മക്ഷേത്രേ സമവേദായുയുത്സവഃ മാമകാ പാണ്ഡവശ്ചൈവ കിമകുർവത സഞ്ജയ ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ ധൃതരാഷ്ട്രവാച. ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ
ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേതായുയുത്സവഃ സമവേതായുയുത്സവഃ മാമകഃ പാണ്ഡവാശ്ചൈവ മാമകാ പാണ്ഡവാശ്ചൈവ കിമകുർവത സഞ്ജയ കിമകുർവത സഞ്ജയ ധൃതരാഷ്ട്ര ഉവാച ധൃതരാഷ്ട്ര ഉവാച ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേതായുയുത്സവഃ സമവേതായുയുത്സവഃ മാമകാഃ പാണ്ഡവാശ്ചൈവ മാമകാഃ പാണ്ഡവശ്ചൈവ കിമകുർവത സഞ്ജയ കിമകുർവത സഞ്ജയ. ഹരേ കൃഷ്ണ. ഇനി ആരെങ്കിലും ചൊല്ലുന്നുണ്ടോ? ഹരേ കൃഷ്ണ. ചൊല്ലുന്നുണ്ടോ ആരെങ്കിലും? ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേതായുത്സവഃ സമവേതായുയുത്സവഃ പാണ്ഡവശ്ചൈവ പാണ്ഡവാശ്ചൈവ സഞ്ജയ കിമകുർവത സഞ്ജയ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓ ഹരേ കൃഷ്ണ. വേർഡ് മീനിങ് വായിക്കാം. ധൃതരാഷ്ട്ര രാജാവ്. എല്ലാവരുടെയും പുസ്തകം ഉണ്ട് എന്ന് കരുതുന്നു. പുസ്തകം ഇല്ലാത്തവരുണ്ടോ? ഇപ്പോ പുസ്തകം ഇല്ലാത്തവരുണ്ടോ? ഉണ്ട്, എന്റെ കാണാനില്ല. പുസ്തകം കാണാനില്ല. ഓക്കെ, പുസ്തകം കണ്ടുപിടിക്കുക. ഷിഫ്റ്റ് ചെയ്തപ്പം അമ്മയൊക്കെ കൊണ്ടുപോയി തോന്നുന്നു. ഓക്കെ ഓക്കെ, പുസ്തകം അവിടെ കിട്ടിക്കാൻ ചെയ്യാം വേണമെങ്കിൽ കേട്ടോ. ഓക്കെ, പിന്നെ ശ്രദ്ധിച്ചിരിക്കുക. ഞാൻ ഡിസ്പ്ലേ ഇംഗ്ലീഷ് ഉണ്ട്, മലയാളം ഇല്ല. ഇംഗ്ലീഷ് എടുത്ത് പിടിച്ചോണ്ടിരുന്നോളൂ തൽക്കാലം. അപ്പം ഒരു മിനിറ്റ്. ഓക്കെ, കേട്ടിരുന്നാൽ മതി ഇന്ന്. അപ്പോ വേർഡ് മീനിങ് വായിക്കാം. എല്ലാവരും പുസ്തകത്തിലെ മീനിങ് ഒന്ന് ഒപ്പം വായിച്ചു പോലെ. ധൃതരാഷ്ട്ര രാജാവ് ഉവാച പറഞ്ഞു, സഞ്ജയ, ഹേ സഞ്ജയ, ധർമ്മക്ഷേത്രേ തീർത്ഥാടന സ്ഥലമായ കുരുക്ഷേത്രം എന്ന സ്ഥലത്ത് സമവേത ഒന്നിച്ചു കൂടിയവരും യുത്സവ യുദ്ധോത്സുകരുമായ മാമക എന്റെ മക്കളും പാണ്ഡവാച്ച ഏവ പാണ്ഡവന്മാരും കിം എന്ത് അപൂർവത ചെയ്തു. വിവർത്തനം ബൈ ശ്രീല പ്രഭുപാദ. ജയ ശ്രീല പ്രഭുപാദ. ധൃതരാഷ്ട്രർ പറഞ്ഞു, ഹേ സഞ്ജയ, പുണ്യസ്ഥലമായ കുരുക്ഷേത്രത്തിൽ യുദ്ധോത്സുകരായി ഒന്നിച്ചു കൂടിയ എന്റെ മക്കളും പാണ്ഡുപുത്രരും എന്ത് ചെയ്തു. ഇതാണ് അതിന്റെ വിവർത്തനം. പിന്നെ ഒരു 2-3 പേജുള്ള ഒരു 2 പേജ് അല്ലെ, നിറയെ ഒരു ഭാവാർത്ഥമുണ്ട്. നമുക്ക് അതിലൂടെ പോകേണ്ട ആവശ്യം. അപ്പൊ ഇന്നത് നമ്മുടെ സമയപരിധി കൊണ്ട് ഇന്ന് നമ്മൾ മുഴുവനാവില്ല. അതുകൊണ്ട് ഒന്നാമത്തെ ശ്ലോകം കുറച്ച് സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ സ്ലോയിൽ പോകും. പിന്നെ ഇടയ്ക്ക് വെച്ച് നമ്മൾ കുറച്ച് സ്പീഡ് എടുക്കും. ആദ്യമൊക്കെ ചിലപ്പോൾ ഓരോ ശ്ലോകമേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. സ്പീഡിലല്ല കാര്യം, നമുക്ക് തത്വങ്ങൾ മനസ്സിലാക്കി പോകുന്നതാണ് കാര്യം. അതുകൊണ്ട് ബേസ് അടിത്തറ ഉറക്കേണ്ടതുള്ളതുകൊണ്ട് തുടക്കം നമ്മൾ വളരെ സ്ലോയിലേ പോകും. ഇപ്പൊ ഇവിടെ ശ്ലോകം പറയുന്നു, ഹേ സഞ്ജയ, പുണ്യസ്ഥലമായ കുരുക്ഷേത്രത്തിൽ യുദ്ധോത്സുകരായി ഒന്നിച്ചു കൂടിയ എന്റെ മക്കളും പാണ്ഡുപുത്രരും എന്ത് ചെയ്തു എന്ന് ചോദിക്കാണ്. അപ്പൊ നമുക്ക് തോന്നും ഇത്ര കാര്യമായിട്ട് എന്താ ഉള്ള, അടുത്ത ശ്ലോകത്തിലേക്ക് പോകാനോ എന്ന് ചോദിക്കാൻ ഒരു ചോദ്യമല്ലേ ചോദിച്ചിട്ടുള്ളൂ അല്ലെ. ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്, നമ്മളുമായിട്ട് ബന്ധപ്പെടുന്ന ഒരു കാര്യങ്ങളുണ്ട്. ഇവിടെ ധൃതരാഷ്ട്രയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ 700 ശ്ലോകങ്ങളിൽ ധൃതരാഷ്ട്രക്ക് ആകെ ഒരു ശ്ലോകമുള്ളൂ. ഈ ഒരൊറ്റ ചോദ്യം അത് ചോദിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് ഭഗവത്ഗീത തുടങ്ങും. ഭഗവാന്റെ ഉപദേശം എല്ലാം വരുന്നത് 2-ാം അധ്യായത്തിലാണ്. 2-ാം അധ്യായത്തിലെ 11-ാമത്തെ ശ്ലോകത്തോടു കൂടിയാണ് ഭഗവാന്റെ ഗീതോപദേശം ആരംഭിക്കുന്നത്. 2-ാമത്തെ അധ്യായത്തിലെ 12-ാമത്തെ ശ്ലോകത്തിൽ ആദ്യത്തെ തത്വം ഭഗവാൻ പറയും. അത് അവിടെയാണ് തുടങ്ങുന്നത്. പക്ഷെ അതുവരെ
അതുവരെ നമ്മൾ കുറച്ച് മഹാഭാരതത്തിലൂടെ ആയിരിക്കും പോകുന്നത്. അതാണ് ഒന്നാമത്തെ അധ്യായം. അപ്പൊ ചില ഒരുപാട് സ്ഥലങ്ങളിൽ ക്ലാസ് ഭഗവത്ഗീത പഠിച്ചിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും, മുന്നേ ഒന്നാമത്തെ അധ്യായം സ്കിപ്പ് ചെയ്യാറുണ്ട് പലപ്പോഴും. ഒന്നാമത്തെ അധ്യായം വെറുതെ അങ്ങോട്ട് വായിച്ചുകൊണ്ട് രണ്ടാമത്തെ അധ്യായത്തിൽ നിന്ന് തുടങ്ങും. മനസ്സിലായില്ലേ? എപ്പോഴും കാരണം ഗീതോപദേശം ഭഗവാൻ ഇവിടെ ഇല്ലല്ലോ. ഒന്നില് ഭഗവാൻ ഇല്ല, ഭഗവാനെ മാത്രം പിടിച്ചോണ്ടായിരിക്കുന്നത്. ഭഗവാൻ ഇല്ല, അവിടെയല്ലേ ഭഗവാൻ ഉള്ളു. അപ്പൊ അത് 2 മുതൽ മതി. പക്ഷെ ഈ 1-ലെ 46 ശ്ലോകങ്ങളുണ്ട് ഈ ഒന്നാമത്തെ അധ്യായത്തിൽ. ഈ 1-ലെ 46 ശ്ലോകങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും ആ 2-ാം അധ്യായത്തിലെ ഗീതാവിഷയ സംഗ്രഹം അല്ലെങ്കിൽ സാഖ്യയോഗം, അതിലേക്കുള്ള ഒരു കാൽവയ്പാണ് എന്ത് 1-ാം അധ്യായം എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ തെറ്റിയാ പറയുന്നത്. 2-ാമത്തെ അധ്യായത്തിന്റെ പേരാണ് സാഖ്യയോഗം എന്ന് പറയുന്നത്, ഗീതാവിഷയ സംഗ്രഹം. ഇത് അർജുന വിഷാദയോഗം എന്ന് പറയും, അല്ലെങ്കിൽ കുരുക്ഷേത്ര യുദ്ധകളത്തിലെ സൈന്യം. ഞാൻ നേരത്തെ ആദ്യം പറഞ്ഞപ്പോൾ 2-ാം അധ്യായത്തിന്റെ ആയിട്ട് മിക്സ് ചെയ്ത് പറഞ്ഞു. അപ്പൊ കുരുക്ഷേത്ര യുദ്ധകളത്തിലെ സൈന്യ നിരീക്ഷണം അല്ലെങ്കിൽ അർജുന വിഷാദയോഗം എന്ന് പറയാറുണ്ട്. 2-ാമത്തെ അധ്യായമാണ് ഗീതാവിഷയ സംഗ്രഹം അല്ലെങ്കിൽ സാഖ്യയോഗം. അപ്പൊ അതിലേക്കുള്ള ഒരു കാൽവയ്പാണ് ഈ 46 ശ്ലോകങ്ങൾ. മാത്രമല്ല നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് മനസ്സിലാക്കാൻ വളരെ ഇൻഫർമേഷൻ ഉള്ള ഒരു ചാപ്റ്റർ. അപ്പൊ ധൃതരാഷ്ട്ര പറഞ്ഞു അല്ലെ, ധൃതരാഷ്ട്ര വാച ചോദിക്കുകയാണ്, ധർമ്മക്ഷേത്രമായ കുരുക്ഷേത്രത്തിൽ എന്ന് നോക്കണം. കുരുക്ഷേത്രം എന്ന് പറയുന്നത് ധർമ്മക്ഷേത്രേ എന്നാ പറയുന്നത് അല്ലെ. ധൃതരാഷ്ട്രാണ് പറയുന്നത് ധർമ്മക്ഷേത്രമായ കുരുക്ഷേത്രത്തിൽ സമവേദയുത്സവ, യുദ്ധോത്സുകരായി നിൽക്കുന്ന മാമകഹ അല്ലെ, ഏറ്റവും പ്രധാന വാക്കാണത്. നമ്മളിൽ എല്ലാവരിലും ഉള്ളൊരു കാര്യമാണ് ആ വാക്ക് കാണിക്കുന്നത്. മാമകഹ ആ ശ്ലോകത്തിലെ ഏറ്റവും പ്രധാന വാക്ക് എന്ന് പറയാം. മാമകഹ പാണ്ഡവശ്ചൈവ കിമകൂർവത. അവരെന്ത് ചെയ്യുന്നു? ആരൊക്കെ ചെയ്യുന്നത്? എന്റെ മക്കളും പാണ്ഡുവിന്റെ മക്കളും. ഈ പാണ്ഡു ആരാണ്? ധൃതരാഷ്ട്രരുടെ അനിയനാണ് അല്ലെ. അപ്പൊ ഇവിടെ ആദ്യത്തെ ഒരു വേർതിരിവ് നമുക്ക് കാണാം അല്ലെ. യുദ്ധം നടക്കുന്നു. അപ്പൊ യുദ്ധം നടക്കുന്നത് സ്വന്തം മക്കളും അനിയന്റെ മക്കളും, സ്വത്തിന് വേണ്ടിയുള്ള യുദ്ധമാണ് നടക്കുന്നത് അല്ലെ. ആലോചിച്ച് നോക്കുക. ഇവിടെ ധൃതരാഷ്ട്ര ചോദിക്കുന്നു, എന്റെ മക്കളും പാണ്ഡുവിന്റെ, ഈ പാണ്ഡു ഇല്ല, ജീവിച്ചിരിപ്പില്ല, മരിച്ചുപോയി അല്ലെ. ഈ പാണ്ഡുവിന്റെ മക്കളുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്തിരിക്കുന്ന ആളാണ് ധൃതരാഷ്ട്രൻ. ആ ധൃതരാഷ്ട്രയുടെ മനസ്സിലുള്ള ആ ആഗ്രഹം, ആ ഒറ്റ കാരണം കൊണ്ടാണ് ദുര്യോധനൻ ഈ വഴിക്കായി പോയത്. ഈ ഒരു വ്യക്തിയാണ് ശരിക്കും പറഞ്ഞ യുദ്ധത്തിന് കാരണമായിരിക്കുന്നത്. നമ്മൾ പല കാരണങ്ങൾ യുദ്ധത്തിന് പറയുമെങ്കിലും ഇദ്ദേഹത്തിന്റെ ഒരു ആ അമിതമായ പുത്രൻ, 1-2 കാരണങ്ങളുണ്ട് മെയിനായിട്ട്. ഒന്ന്, ആ ഒരു ആഗ്രഹം തനിക്കോ സാധിച്ചില്ല, തന്റെ മകനിലൂടെ. പലരും പറയില്ലേ, എനിക്ക് എഞ്ചിനീയർ ആവാൻ പറ്റില്ല, എനിക്ക് ഡോക്ടർ ആവാൻ പറ്റില്ല, എന്റെ മോനിലൂടെ എനിക്ക് ആഗ്രഹം സാധിക്കും. വല്ല കാര്യമുണ്ടോ? ആ കൊച്ചു ചിലപ്പോ വേറെ എന്തെങ്കിലും ആവാൻ നിൽക്കണേരി, പാട്ടുകാരനാവാൻ പോണ കൊച്ചായിരിക്കും, അല്ലെങ്കിൽ പടം വരക്കാരനാവാൻ പോണ കൊച്ചായിരിക്കും. എന്റെ ആഗ്രഹം, ഞാൻ MBBS എടുത്ത് ഡോക്ടറേറ്റ് സ്റ്റെതസ്കോപ്പ് ഒക്കെ ആയിട്ട് ഇങ്ങനെ ടൈയൊക്കെ കിട്ടി നടക്കുന്ന എനിക്ക് ഒരു ആഗ്രഹം സാധിച്ചില്ല. എന്റെ മോൻ നടക്കുമ്പോ ഞാൻ എന്ത് ചെയ്യും? അതിലഭിമാനിക്കും. മനസ്സിലായോ സംഭവം വരുന്നുണ്ടോ? മാമകഹ, അതാണ് മാമകഹ. ഇത് നമുക്കൊക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ അവിടെ പലപ്പോഴും ആ വ്യക്തിത്വത്തിൽ ഒരു അധികാരം നമ്മൾ ഉപയോഗിക്കുകയാണ്. അത് വെച്ചിട്ട് നമ്മളുടെ സന്തോഷം ആ വ്യക്തിയിലൂടെ കണ്ടെത്താൻ ശ്രമിക്കും. മാമകഹ. ഇല്ല എന്ന് പറയണ്ട, ആരെങ്കിലും ഇല്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ ഞാൻ അപ്പൊ വന്ന് ശിഷ്യപ്പെടും. അപ്പൊ ഇതാണ് മാമകഹ. ഇത് നമുക്കുണ്ട്. അപ്പൊ ശ്ലോകത്തിന്റെ പ്രാധാന്യം അതാണ്. നമ്മൾ ഭഗവാന്റെ സന്തതികളാണെന്നൊക്കെ പറയും. നമ്മളെല്ലാവരും ഭയങ്കര ഫ്രീഡം ആട്ടോ. ഞാൻ എന്റെ വീട്ടിൽ എല്ലാവർക്കും വേണ്ട ഫ്രീഡം കൊടുത്തിട്ടുണ്ടെന്നൊക്കെ പറയും. എവിടെ? കണ്ടീഷൻഡ് ലവ് ആണ് നമുക്കുള്ളത്. ഭാര്യയും ഭർത്താവും മക്കളൊക്കെ എങ്ങനെയാണ്? ഭയങ്കര സ്നേഹം കേട്ടോ, ഭയങ്കര സ്നേഹം. ഞങ്ങളുടെ പേര് ഭയങ്കര സ്നേഹം. എന്താ എപ്പോഴും ഭർത്താവിന്റെ ബർത്ത്ഡേ വന്ന ഭാര്യ ഇൻസ്റ്റാഗ്രാമിൽ ഇടും, ഭയങ്കര ഭാര്യയുടെ ഇതിന് ഭർത്താവ് ഇടും, മക്കൾ ഭയങ്കര, ലോകം മുഴുവൻ കാണും, എല്ലാം നടക്കും. അപ്പോഴായിരിക്കും ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യ ഒരു ഇത് കാര്യത്തിന് എന്തിനോ പോയി, അത് ഭർത്താവിന് ഇഷ്ടമല്ലാത്തൊരു കാര്യത്തിനാ പോയി, അത് പോയത് ഇഷ്ടമല്ല. അപ്പൊ എന്ത് ചെയ്യും? വീട്ടിൽ ഹനുമാന്റെ പോലെ ഇരിപ്പുണ്ടാവും, തിരിച്ചു വരും, അതാ ഓർമ്മിപ്പിച്ചിരിക്കും, കഴിഞ്ഞു ബന്ധം, പെട്ടെന്ന് വിഷമം. എന്താ കാരണം എന്ന് വെച്ചാല്, അതിന് ഞാൻ പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തിരിക്കുന്ന ആളല്ലേ. എന്തുകൊണ്ടാ? കുടുംബ പ്രശ്നം ഉണ്ടാക്കണല്ല കേട്ടോ, ഇത് യഥാർത്ഥ കാര്യമാണ്. എന്താണ് സംബന്ധിച്ച കണ്ടീഷൻഡ് ലവ്. അപ്പോ ഈ സ്നേഹം കണ്ടീഷൻഡ് ആണ്. എന്തുകൊണ്ടാണ് പെട്ടെന്ന് ഭാര്യ ഭർത്താക്കന്മാർ, അച്ഛനമ്മ മക്കളൊക്കെ തമ്മിൽ ബന്ധം വഷളാവുന്നു, വാക്കത്തി എടുത്ത് വെട്ടിക്കൊല്ലുന്ന കാര്യങ്ങൾ വരുന്നിരിക്കും അല്ലെ. മകൻ അമ്മയെ വെട്ടിക്കുന്നു പറയാം, ഇതെല്ലാം അല്ല നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യങ്ങൾ ഇപ്പൊ നടക്കുന്ന കലിയുഗത്തിൽ. കാരണം എന്താണ്? മാമകഹയാണ് അവിടെ വർക്ക് ചെയ്യുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല്
നമ്മളുടെ സ്നേഹം എന്ന് പറയുന്നത് കണ്ടീഷൻഡ് ലവ് ആണ്. അതായത് രണ്ട് വ്യക്തികൾ തമ്മിൽ സ്നേഹിക്കുമ്പോൾ എന്റെ ആഗ്രഹപ്രകാരം ആ വ്യക്തി പോകുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ വ്യക്തിയെ. ചെറുതായിട്ട് എന്റെ ആഗ്രഹത്തിന്റെ പ്രകാരം അല്ലാണ്ട് ആ വ്യക്തി വ്യതിചലിക്കുമ്പോൾ ഇഷ്ടത്തിൽ ഒരസൽ വന്നു. കണ്ടോ? അപ്പൊ ആ ഇഷ്ടം പ്യുവർ അല്ല, കണ്ടീഷൻഡ് ലവ് ആണ്. നമ്മൾ ഒരു സാധനം മേടിക്കുമ്പോൾ അതിൽ കുരുകുനാന്ന് മനുഷ്യന് മനസ്സിലാവാത്ത പോലെ എഴുതി വെച്ചിട്ടുണ്ട്, കണ്ടീഷൻസ് അപ്ലൈ. അത് വായിച്ചെടുക്കണമെങ്കിൽ മൈക്രോസ്കോപ്പ് കൊണ്ടുവരുന്നത്. കാരണം ആ കണ്ടീഷൻസ് ആണ് നമ്മൾ ഇതിന് എന്തെങ്കിലും കേടുവന്ന വാറണ്ടി എന്ന് പറഞ്ഞ് ചെല്ലുമ്പോൾ പണി കിട്ടാൻ പോകുന്ന സാധനം അവിടെ എഴുതി വെച്ചിട്ടുണ്ടാവും. അത് മനസ്സിലാവില്ല, വലിയ മാഗ്നിഫയർ ലെൻസ് ഒക്കെ ഇട്ട് നോക്കണം. എന്ന് പറയുന്ന പോലെ നമ്മുടെ ഉള്ളിൽ ഒരു കണ്ടീഷൻസ് അപ്ലൈ ഉണ്ട്, മനസ്സിലായില്ലേ? ആ കണ്ടീഷൻസിലൂടെയാണ് അതാണ് നമ്മുടെ സ്നേഹത്തിൽ എപ്പോഴും വിള്ളലുകൾ സംഭവിക്കുന്നത്. ഇത് മനസ്സിലാക്കുക എന്നുള്ളതാണ് നമ്മുടെ ആത്മജ്ഞാനത്തിലേക്കുള്ള ചവിട്ടുപിടികൾ. സ്വന്തമായിട്ട് നമ്മൾ ഒരു പോസ്റ്റ്മോർട്ടം നടത്തിയാണ് പോകുന്നത്, അല്ലാണ്ട് മറ്റുള്ളവരെ അല്ല. ഞാൻ ഇതൊക്കെ തികഞ്ഞാണ്, അവൻ ഇങ്ങനത്തെയാണ്, ഈ ശ്ലോകത്തിൽ പറഞ്ഞ പോലെ. അങ്ങനെയല്ല, കണ്ണാടി നോക്കിയിട്ടാണ് പറയേണ്ടത്. നമ്മൾ തന്നെയാണ്, ഇതെല്ലാം നമ്മളെയാണ് സെൽഫ് അനാലിസിസ് ചെയ്യണം. അപ്പൊ ഇവിടെ ധൃതരാഷ്ട്രയുടെ മനോഭാവം എന്താണ്? സഞ്ജയനോട് ചോദിക്കുകയാണ്, എന്റെ മക്കളും പാണ്ഡുവിന്റെ മക്കളും എന്തു ചെയ്തു? എന്താ ചോദിക്കാൻ കാരണം? ഇത് 10ാം ദിവസമാണ് ശരിക്കും പറഞ്ഞ ചോദ്യം ചോദിക്കുന്നത്. സഞ്ജയൻ ധൃതരാഷ്ട്ര യുദ്ധത്തിലിരിക്കുമ്പോ ഈ സഞ്ജയൻ വരികയാണ്. സഞ്ജയൻ ഈ കഴിവ് കൊടുത്തിട്ടുണ്ടല്ലോ, സഞ്ജയന് കഴിവ് കൊടുത്തു. അപ്പൊ ദിവ്യദൃഷ്ടി കൊടുത്തിട്ടുണ്ട്. അതായത് സഞ്ജയൻ TV പോലെയാണ്. അപ്പോ യുദ്ധഭൂമിയിലെ വാർത്തകളെല്ലാം കണ്ട്, യുദ്ധഭൂമിയിലായിരുന്നു സഞ്ജയനും, അവിടെ ആയിരുന്നു. അപ്പൊ അവിടെ ഭീഷ്മർ വീണു 10ാം ദിവസം. 18 ദിവസമുള്ള കുരുക്ഷേത്ര യുദ്ധത്തില് 10ാം ദിവസം ഭീഷ്മർ വീണു. ഭീഷ്മർ വീണപ്പോ സമയമായല്ലേ, ഭീഷ്മർ വീണപ്പോ അത് പറയാനും കൂടിയായിട്ടാണ് സഞ്ജയൻ വരുന്നത്. അപ്പൊ ആ വരുന്ന സഞ്ജയനെ കണ്ടിട്ട് ധൃതരാഷ്ട്ര ചോദിക്കുന്ന ചോദ്യമാണ്, അവരെന്ത് ചെയ്തു അവിടെ? അത് പാസ്റ്റ് പോലെ ചോദിക്കുന്നത്. എന്നിട്ട് തുടക്കം മുതലുള്ള കാര്യങ്ങൾ ഇനി ആ കഴിഞ്ഞ 10 ദിവസമൊക്കെ നമുക്കിനി ഇപ്പൊ നടക്കണ പോലെ സഞ്ജയൻ ധൃതരാഷ്ട്രോട് പറഞ്ഞ് കേൾപ്പിക്കുന്നതാണ് നമ്മൾ ആ സഞ്ജയനിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോ ഈ ശ്ലോകത്തിൽ നമുക്ക് അടുത്ത ഒരു ദിവസത്തെ ക്ലാസ് ഈ ശ്ലോകം തന്നെയായിരിക്കും. അത് കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ രണ്ടാമത്തെ ശ്ലോകത്തിലേക്ക് പോകും. ഇപ്പൊ ഇവിടെ ഭാവാർത്ഥം ബുക്കുള്ളവരെല്ലാം ഒന്ന് വായിച്ചു വെച്ചേക്കാം അടുത്ത ആഴ്ചത്തേക്ക്. ഇപ്പൊ ഇവിടെ എഴുതിയിട്ടുണ്ട്, അനേകം പേർ പാരായണം ചെയ്തു പോരുന്ന ദൈവിക ശാസ്ത്രമാണ് ഭഗവത്ഗീത. അതിന്റെ രത്നചുരുക്കമായ ഗീതാ മഹാത്മ്യത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു: കൃഷ്ണഭക്തനായ ഒരാളുടെ സഹായത്തോടെയും സ്വാർത്ഥ പ്രചോദനങ്ങളൊന്നും ഇല്ലാതെയും സനിഷ്കർഷം വായിക്കേണ്ടതാണ് ഭഗവത്ഗീത. ഭഗവത്ഗീതയെ വ്യക്തമായി മനസ്സിലാക്കാനുള്ള വഴി അതിൽ തന്നെയുണ്ട്. ഭഗവാനിൽ നിന്ന് തന്നെ ആ ഉപദേശം കേട്ട് ഗ്രഹിച്ച അർജുനന്റെ വഴി, ശിഷ്യ പരമ്പരയിലൂടെ പോകുന്ന ആ പദ്ധതി അനുസരിച്ച് യാതൊരു സ്വദേശ വ്യാഖ്യാനവും കൂടാതെ ഭഗവത്ഗീത മനസ്സിലാക്കാൻ ഭാഗ്യമുണ്ടായ ആൾ ലോകത്തിലെ എല്ലാ ആധ്യാത്മിക ഗ്രന്ഥങ്ങളുടെ പഠനത്താലും നേടാവുന്ന അതിലധികം ജ്ഞാനം ഉൾക്കൊള്ളുന്നു. മറ്റ് ആധ്യാത്മിക കൃതികളിലുള്ളതെല്ലാം ഭഗവത്ഗീതയിലുണ്ട്. മറ്റൊന്നിലും കാണാത്തതും വായനക്കാർക്ക് ഇതിൽ കണ്ടെത്താൻ കഴിയും. അതാണ് ഭഗവത്ഗീതയുടെ വൈശിഷ്ട്യം. ആ ആധ്യാത്മിക ശാസ്ത്രം പരിപൂർണമാണ്. എന്തെന്നാൽ പരമദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണൻ നേരിട്ട് അരുൾ ചെയ്തതാണ്. ജസ്റ്റ് ഭഗവത്ഗീതയുടെ ഒരു ഗ്ലോറിഫിക്കേഷൻ ആണ് ആ ഫസ്റ്റ് പാരഗ്രാഫ്. നമ്മൾ അതിന്ന് മനസ്സിലാക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. ഇതിലൂടെ നമ്മൾ ഈ ഭഗവത്ഗീതയിൽ അർജുനൻ എങ്ങനെ ഭഗവത്ഗീത മനസ്സിലാക്കി നമ്മൾ 2ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമ്മൾ മനസ്സിലാവും എങ്ങനെ നമ്മൾക്ക് ഇത് മനസ്സിലാക്കാം. അപ്പൊ ആ രീതിയിൽ നമ്മൾ മനസ്സിലാക്കിയാൽ നമുക്ക് ഈ തത്വം മുഴുവൻ മനസ്സിലാക്കുകയും നമ്മളുടെ ജീവിതം, നേരത്തെ പറഞ്ഞില്ല നമ്മള് വേദങ്ങൾ എന്ന് പറയുന്നത് ഒരു മാനുവൽ ആണ് ഭഗവാൻ. ആ വേദങ്ങളുടെ ഒരു എക്സ്ട്രാക്ട് ചെയ്യാൻ ഈ ഭഗവാന്റെ ഈ ഉപദേശം, ഭഗവാന്റെ വാണിയാണ് ഭഗവത്ഗീത എന്ന് പറയുന്നത്. അപ്പൊ ഭഗവത്ഗീതയിലൂടെ ഭഗവാൻ നമ്മളോട് ഉപദേശിക്കുന്നു എങ്ങനെ പോകണം ലൈഫ് മുന്നോട്ട്. നമ്മുടെ ഒരു മനുഷ്യ ജീവിതത്തിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ നമുക്കുണ്ടെങ്കിലും ആ പ്രശ്നങ്ങളെല്ലാം നമുക്ക് എന്തിലൂടെ സോൾവ് ചെയ്യാം? ഈ 700 ശ്ലോകങ്ങൾ വ്യക്തമായി മനസ്സിലാക്കിയാൽ ഇതിലൂടെ ഒരു പരിഹാരമുണ്ട്. മനസ്സിലായില്ലേ? ഇതിനപ്പുറത്ത് മനുഷ്യ ജീവിതത്തിൽ ഒരു പ്രശ്നവും വരാൻ പോകുന്നില്ല. എന്ന് വെച്ചാൽ എനിക്ക് ഇന്നൊരു പ്രശ്നം ഉണ്ടായി 7ാമത്തെ ചാപ്റ്ററിൽ അതിന് ഉത്തരം ഉണ്ടോ എന്നല്ല അതിനർത്ഥം. മനസ്സിലായില്ലേ? ആ ചോദ്യോത്തരമല്ല. പക്ഷെ ഇതെല്ലാം വായിച്ച് മനസ്സിലാക്കി കഴിയുമ്പോൾ എങ്ങനെ നമ്മൾ അതിനെ നേരിടണം എന്ന് നമ്മൾ പഠിക്കും. പ്രശ്നങ്ങളിൽ നിന്ന് ഒളിച്ചോടലല്ല, പ്രശ്നങ്ങളെ നേരിട്ട് മുന്നോട്ട് സധൈര്യം പോകലാണ് ഭഗവാന്റെ സഹായത്തോടു കൂടി എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. സമയം ഒരുപാടായി, 12:45 നമ്മുടെ സമയം. അപ്പോ ഞാനിവിടെ തൽക്കാലം നിർത്തുന്നു. അപ്പൊ 1ാം ശ്ലോകം തുടങ്ങിയിട്ടേ ഉള്ളൂ. അടുത്ത ആഴ്ച അത് തുടർന്ന് ഇതായിട്ട് പോവും. ഹരേ കൃഷ്ണ. എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? സമയം വൈകിയെന്നറിയാം. എങ്കിൽ ഇന്ന് പറഞ്ഞതിനെ കുറിച്ച് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം.
ഇല്ലെങ്കിൽ പിന്നെ ചോദിക്കാം, ഗ്രൂപ്പിലിടാം, പേഴ്സണലായിട്ട് ഇടാം. ഏത് രീതിയിലും ചോദിക്കാം. സംശയങ്ങളുണ്ടെങ്കിൽ അടുത്ത ക്ലാസ്സിൽ ചോദിക്കാം, എങ്ങനെ വേണമെങ്കിലും ചോദിക്കാം. വെയിറ്റ് ചെയ്യണമെന്നില്ല. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്ന് വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ ഒന്നും സംശയം ഒന്നും ഇല്ലാന്ന് വിചാരിക്കുന്നു. 2 കാരണങ്ങളുണ്ട് സംശയത്തിന്, സംശയം ചോദിക്കാത്തതിന്. എല്ലാവരും പറയുന്ന പോലെ അല്ലെ, ഒന്നിലേക്ക് ഒന്നും ഞാൻ അറിയില്ല. ആർക്കും ഞാൻ പറഞ്ഞതേ പാളിപ്പോയി. ഞാൻ പറഞ്ഞതിൽ നിന്ന് തന്നെ ആർക്കും ഒന്നും മനസ്സിലായിട്ടില്ല. ഞാൻ എന്തൊക്കെയോ പറഞ്ഞു, എല്ലാവരും എന്തൊക്കെയോ കേട്ടു. അതൊരു കാരണമാവും. അല്ലെങ്കിൽ മനസ്സിലായി, ഇന്ന് പറഞ്ഞതിൽ വേറെ സംശയമില്ല. രണ്ടും ആവാം. അപ്പോ ഏതാണെന്ന് എനിക്കറിയില്ല. മനസ്സിലായിട്ടുണ്ട്, സന്തോഷം. അപ്പോ എന്തെങ്കിലുമൊക്കെ മനസ്സിലാക്കാൻ, പക്ഷെ ഇത് ഞാൻ പറഞ്ഞു, ഇതൊരു തുടക്കമാണ്. നമ്മളിത് പലതവണ, കാരണം നമ്മൾ വെറുതെ വായിച്ചു പോകുന്ന പോലെയല്ല, നമ്മൾ അതിന്റെ ഇന്നർ മീനിങ് എടുത്താലേ നമുക്ക്, എന്തിനാണ് നമ്മൾ ഇപ്പോൾ ഇന്നർ മീനിങ് എടുക്കുന്നത്, നാളെ നമ്മുടെ തത്വങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് അതിനെ ക്രാക്ക് ചെയ്ത്, എൻട്രൻസ് ഒക്കെ ക്രാക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മളിതിന് ആ തത്വങ്ങളെല്ലാം ക്രാക്ക് ചെയ്ത് മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് ആ ക്ലിയർ നോളജ് കിട്ടും. ഓക്കെ, നിർത്തുന്നു. വാഞ്ചാകൽപതരൂപശ്ച കൃപാസിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. അനന്തകോടി വൈഷ്ണവ ഭക്തവൃന്ദ की जय, श्रील प्रभुपाद की जय, गुरुदेव की जय, निताय गौर प्रणाम. ഹരി ഹരി ബോൾ. ഹരേ കൃഷ്ണ. എല്ലാവർക്കും നന്ദി. അടുത്ത ആഴ്ച